നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം, ഈ ഭൂമിയിൽ ജീവിക്കാൻ അവിടുന്ന് നൽകിയ ഈ അവസരം, അത് സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലമാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം, അതിൻ്റെ ആ ജീവിതത്തിൻ്റെ ക്രമവും ആ ജീവിതത്തിൽ ഞങ്ങൾ നേടുന്ന വിശുദ്ധിയും ഒക്കെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് കാരണമായി തീരുന്നത്. കർത്താവായ ഈശോയുടെ അർത്ഥത്തിൽ ഇതൊരു പരീക്ഷണത്തിൻ്റെയും പരിശോധനയുടെയും വളർച്ചയുടെയും ഒരുക്കത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതത്തിന് ആനുപാതികമായിട്ടാണ് അവിടുന്ന് നിത്യജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നത്. നല്ല ദൈവമേ, അങ്ങ് തന്നെയാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിത്യവിധിയെക്കുറിച്ചും സ്വർഗീയ സഭയെക്കുറിച്ചും ഒക്കെയുള്ള ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവ വിശ്വസനീയമാണ്, പരിപൂർണമായും വിശ്വാസയോഗ്യമാണ്. കർത്താവെ, അങ്ങ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്. സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള മനുഷ്യരായി ഞങ്ങളെ വളർത്തുന്നത് ഈ ഭൂമിയിൽ വെച്ച് അങ്ങ് ഞങ്ങൾക്ക് തരുന്ന പ്രബോധനങ്ങളെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സഭയ്ക്ക് സ്വർഗരാജ്യത്തിലെ സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണ്. ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. എമ്മൗസിലേക്ക് പോയ അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറന്നതുപോലെ അങ്ങയെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. അങ്ങ് ഞങ്ങളോട് പഠിപ്പിക്കണമേ. യുഗാന്ത്യം വരെയും നിരന്തരം ഈ ഭൂമിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധന നിരതനായിരിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പ്രബോധന പഠന പരമ്പരയുടെ 53-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. 2 വർഷം ഇങ്ങനെ പൂർത്തിയാകുക. നമ്മളൊരു വലിയ കൂട്ടായ്മയായിട്ട് വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് സന്തോഷത്തോടു കൂടെ ഓർക്കാൻ ഉള്ളത്. പല സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പം, കഴിഞ്ഞ ദിവസം ഒരു ഡൽഹിയിൽ ചെന്നപ്പോഴും അവിടെ നമ്മുടെ കോഴ്സ് കൂടുന്ന കുറേ ആളുകളെ കാണാൻ ഇടവന്നു. അവരൊക്കെ ചിലപ്പോൾ ഈ കൂട്ടത്തിലും കാണുമായിരിക്കും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കർത്താവ് നമ്മ ഒരുമിച്ച് നിൽക്കുന്ന, ഒരേ ഹൃദയത്തിൽ പഠിക്കുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. അത് വലിയൊരു പരിശുദ്ധാത്മ പ്രവൃത്തിയാണ്. കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വലിയ സ്നേഹത്തോടെയും താല്പര്യത്തോടെയാണ് നിങ്ങൾ പഠിക്കുന്നത്. എനിക്കത് ഭയങ്കര അത്ഭുതകരമാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക രഹസ്യങ്ങൾ, അത് വളരെ ഗഹനമായ ആഴമുള്ള ദൈവിക രഹസ്യങ്ങൾ, അത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ മനുഷ്യർക്ക് മാനുഷികമായിട്ട് അത്ര എളുപ്പമാകണമെന്നില്ല. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങൾ തുറക്കുമ്പോഴാണ് അത് പറ്റുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. കർത്താവ് ഇടയ്ക്ക് പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പറഞ്ഞൊരു വാചകമാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന് തുറവിയുള്ളവർ, ദൈവിക ക്ഷണമുള്ളവർ അത് കേൾക്കട്ടെ എന്നാണ്. കർത്താവിന്റെ പ്രബോധനങ്ങളെ കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞത് അതാണ്. എല്ലാവരും എന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് പറഞ്ഞത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. നമ്മളൊക്കെ ആ ചെവി ഉണ്ട് കർത്താവെ, ഞങ്ങൾക്ക് കേൾക്കാൻ ചെവിയുണ്ട്, ഞങ്ങളോട് സംസാരിച്ചാലും എന്നാണ് കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, ഞാനും നിങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ച തന്നെയാണ്. പരിശുദ്ധ സഭയ്ക്ക് സ്വർഗീയ സഭയുമായി എന്ത് ബന്ധമാണുള്ളത് എന്നതാണ് നമ്മുടെ പഠന വിഷയം. അതൊരു വലിയ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ആളുകളൊക്കെ പൊതുജനം വെറുതെ സഭയെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരുന്നത് അച്ഛന്മാര്, പിന്നെ കുറച്ച് സ്ഥാപനങ്ങൾ, പള്ളികൾ, ഇതൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ പൊതുവെ സഭയെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തലയിലോട്ട് വരുന്നത്. എന്നാൽ ക്രൈസ്തവരെ നമുക്കറിയാം, സഭയെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പേര് മാത്രമല്ല. സ്വർഗത്തിലെ സഭ, അവർക്ക് നമ്മളോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത്? അവർക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാനമുള്ളത് എന്ന് തുടങ്ങുന്ന കുറേ വിഷയങ്ങൾ നമുക്കിന്ന് പഠിക്കാനുണ്ട്. സ്വർഗീയ സഭയുമായി ഭൗമിക സഭയ്ക്കുള്ള ബന്ധം, ഇതെങ്ങനെയാണ് ഒരു സഭയായി നിലനിൽക്കുന്നത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതറിയുന്നത് നല്ല വിശ്വാസ ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കും. വിശ്വാസത്തിന്റെ ഉറപ്പ് നേടാനും ഒത്തിരി പ്രത്യാശ ഉണ്ടാകാനും നമ്മളെ സഹായിക്കും. സത്യം പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനും ക്ലേശങ്ങളെ അതിജീവിക്കാനും രോഗാവസ്ഥകളെ അതിജീവിക്കാനും ഒക്കെ ആളുകളെ ശക്തിപ്പെടുത്തുന്നത് ഈ സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള ബോധ്യങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പിടിയിട്ടും ഈ ആദിമസഭ പ്രത്യേകിച്ചും ഇന്നും സഭയിൽ അനേകം ആളുകൾ രക്തസാക്ഷികളാകുന്നു. ഇതെങ്ങനെയാണ് ഒരാൾക്ക് പറ്റുക?
ജീവൻ കൊടുത്തിട്ട് എങ്ങനെയാണ് അല്ലെ, അത് കഴിഞ്ഞ പിന്നെ എന്താ ഉള്ളത്, അതുകൊണ്ട് ജീവിച്ചിരുന്നിട്ടില്ലേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ ആളുകൾ വിചാരിക്കില്ലേ. അങ്ങനെ ഒരു ലോകത്തിൽ ജീവൻ കൊടുക്കുന്നത് കുഴപ്പമില്ല എന്ന് കരുതുന്നത് പോലത്തെ ആളുകൾ, രക്തസാക്ഷികൾ, എന്താണ് അവരെ പ്രചോദിപ്പിക്കുന്നതെന്ന് ഓർത്ത് നോക്കുക. അവരെ പ്രചോദിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിധിയെക്കുറിച്ച്, സഭയുടെ സ്വഭാവത്തെക്കുറിച്ച്, സ്വർഗീയ സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങുന്ന ചില കാര്യങ്ങളുടെ വളരെ അടിസ്ഥാനപരമായ തിരുസഭാ പ്രബോധനങ്ങളാണ്, ഈശോയുടെ പ്രബോധനങ്ങളാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ചോദ്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുകയും നമുക്ക് അവസാനം ചോദിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ഈ വിധിയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗീയ സഭ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവരുടെ സ്ഥലമാണല്ലോ ശുദ്ധീകരണ സ്ഥലവും സ്വർഗീയ സഭയും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്ക് വിധിയെക്കുറിച്ചും സ്വർഗീയ സഭയെക്കുറിച്ചും അവരോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പം പറഞ്ഞു തുടങ്ങേണ്ടത് മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു ക്ലാസ് പറഞ്ഞു തുടങ്ങാൻ മരണം ഒരു നല്ല വിഷയമാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞൂടെ. പക്ഷെ മരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണം എന്നുള്ളതാണ് അതിന്റെ ശരിയായ രീതി. മരണം എന്ന് പറഞ്ഞാൽ എന്താണ് മരിക്കുക എന്ന് പറഞ്ഞാൽ? അതിങ്ങനെ പല ഭാഷകളിൽ, മലയാളത്തിൽ തന്നെ പല വിധത്തിൽ ആളുകൾ പറയാറുണ്ട്. ചിലർ വടിയായി എന്നൊക്കെ പറയാറുണ്ട്, ചിലർ കാറ്റുപോയി എന്ന് പറയാറുണ്ട്, അല്ലെ. ഈ തൃശ്ശൂർ സൈഡിലൊക്കെ ആണെങ്കിൽ പടമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു പുതിയ ഭാഷയാണ് പടം, എന്ന് ഫോട്ടോ ആക്കി വെക്കും എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പല വിധത്തിൽ മരണമെന്ന് പറയുന്ന ആളുകളെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തെ മലയാളികൾ വളരെ തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒത്തിരി വാക്കുകളുണ്ട്. കുറെ ആളുകൾക്ക് മരണം ഒരു വലിയ ഭീതിയാണ്. കുറെ ആളുകൾക്കല്ല, മിക്കവർക്കും അങ്ങനെയാണ്. എന്നാൽ ഭീതിയിൽ വലിയ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ട്. മരണം അതെപ്പോഴായിരിക്കും വരിക എന്നൊക്കെ ഓർത്ത് ഭയപ്പെടുന്ന ആളുകളുണ്ട്, വെറുതെ ആകുലപ്പെടുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്കാണെങ്കിൽ മരണം ചെന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുണ്ട്. ചിലപ്പോൾ അവരുടെ ക്ലേശങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ കരുതുന്നത്. പക്ഷെ എന്നിരുന്നാലും മരണം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ചില ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ ഭാഷകളിൽ പറഞ്ഞാൽ മരണം അതാണ് ഒരാളുടെ അൾട്ടിമേറ്റ് ആക്ട് എന്ന് ഒക്കെ പറയാറുണ്ട്. കൾറാൻഡർ പോലുള്ള ദൈവശാസ്ത്രന്മാരൊക്കെ അതിനെക്കുറിച്ച് അങ്ങനെ മരണം എന്ന് പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ ആക്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആക്ട് ആണ് മരണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് മരണം. ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ജീവിതമാണ്. ഇതിങ്ങനെ ചെയ്ത് അവസാനം ആളതിനെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി ആളുകൾ വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട്, വിദേശത്തേക്ക് പോയിട്ടുള്ളവരുണ്ടാവും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, വീട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇനി പോയേക്കുവാണ്, ബാഗൊക്കെ എടുത്ത്, എന്നിട്ട് അവരോട് പറയുകയാണ് ഞാൻ എന്നാ പോവുക, ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ആ സമയം, അത് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റാണ്. അത് പലർക്കും അതിജീവിക്കാൻ പോലും കഴിയാത്ത പോലത്തെ ഒരു മൊമെന്റാണ്. വെറുതെ ഈ നാട്ടിലെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള മാറൽ പോലും, തന്റെ കൂടെയുള്ളവരിന്ന് കുറച്ചു നേരം ഭൗതികമായി അകന്നു നിൽക്കൽ പോലും ആളുകളെ ഒത്തിരി ആശങ്കപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഗൗരവമായുള്ള ഒരു ചിന്ത മനുഷ്യന് ജീവിതത്തിൽ ആവശ്യമുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് നന്നായി ജീവിച്ച് മരിക്കാൻ പറ്റും. സത്യത്തിൽ പരിശുദ്ധ സഭയിൽ ഈ മരണാനന്തര ശുശ്രൂഷകളും മൃതസംസ്കാര ശുശ്രൂഷകളും ഒക്കെ അത് നടക്കുന്നത്, അതിന്റെ ഒരു പ്രധാന ദൗത്യം ആ വ്യക്തിയെ യാത്ര അയക്കുക എന്നുള്ളത് മാത്രമല്ല, മരണത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുന്നവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ മരണാനന്തര കർമ്മങ്ങളിൽ മുഴുവനും, പ്രത്യേകിച്ച് ആബലച്ചനൊക്കെ എഴുതിയ ഗാനങ്ങൾക്കകത്താണ് പ്രത്യേകിച്ചും, അതിനകത്ത് മുഴുവനും ജീവിച്ചിരിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്തിയാ നീ കൂടെ പോരും എന്നൊക്കെ പറയുന്നത് മരിച്ചു കിടക്കുന്ന ആളോടല്ല സംസാരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു മരണാനന്തര ശുശ്രൂഷ പോലും ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ. ഇനി എന്താണ് തിരുസഭ മരണത്തെക്കുറിച്ച് പറയുന്നത്? തിരുസഭ മരണത്തെക്കുറിച്ച് പല വിധത്തിൽ പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അത് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം, നമുക്ക് പറയാൻ പോണ കാര്യങ്ങളുടെ അടിസ്ഥാനമാണ്. CCCയുടെ 1021 1021 മരണത്തെക്കുറിച്ച് പറയുന്നത് വളരെ വ്യത്യസ്തമായ മറ്റൊരു വിധത്തിലാണ്. അതിങ്ങനെയാണ്: ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ, ഈശോയിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. എന്നാലോചിച്ച് നോക്കി. ആത്മാവ് വേർപിരിഞ്ഞു പോകുന്നു എന്ന് പറയുകയല്ല, ആളുടെ ഇവിടുത്തെ കഥയൊക്കെ കഴിഞ്ഞു എല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ് എന്ന് പറയുകയല്ല. പറയുന്നത് എന്താന്ന് ഓർത്ത് നോക്കി. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ, അതായത് മിശിഹായിലൂടെ സംജാതമായ ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ട കൃപാവരത്തെ ഇനി സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ സാധ്യമായ സമയം
ആ സമയം എന്ന നിലയിലുള്ള മനുഷ്യജീവിതം. മനുഷ്യജീവിതം എന്താണ്? ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ കഴിയുന്ന സമയമാണ് മനുഷ്യജീവിതം. ആ വിധത്തിലുള്ള മനുഷ്യജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. ഞാൻ ചിലത് ആവർത്തിച്ച് പറയുന്ന ചില ആളുകൾ എഴുതിയെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ക്രിസ്തുവിൽ വെളിവായ പ്രസാദവരം, കൃപാവരം, മിശിഹ നമുക്ക് തന്ന രക്ഷാകര ദാനം, അത് മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് സ്വീകരിക്കാൻ പറ്റും, തിരസ്കരിക്കാനും പറ്റും. ഇതിൽ രണ്ടിനും അവസരം ഈ ഭൂമിയിലുണ്ട്. സ്വീകരിക്കാനും തിരസ്കരിക്കാനും പറ്റും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൃപാവരം സ്വീകരിച്ച് ഒരാൾക്ക് ജീവിക്കാം, ഒരാൾക്ക് ഇതിനെ പാടെ നിരാകരിക്കാം. എനിക്കത് ആവശ്യമില്ല. ആ നിരാകരിക്കൽ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് പാപം ചെയ്യലാണ്. പാപം ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുന്നത് എനിക്ക് ആ കൃപാവരം വേണ്ട, എനിക്ക് പിശാചിനോടാണ് കൂട്ടായ്മ എന്ന് പരസ്യമായി പറയലാണ്, ദൈവത്തോട് പറയലാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം. എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിരസിക്കാം. നിരീശ്വരവാദം, അവർ പറയും എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ വഴിക്ക് ജീവിച്ചോളാം. ചില ആളുകൾ അങ്ങനെ കടുംപിടുത്തമൊക്കെ പിടിച്ചിട്ട് മരിച്ചുപോയ ആളുകളെ കുറിച്ചൊക്കെ ചില അച്ഛന്മാരൊക്കെ വേദനയോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് പള്ളിയിലൊന്നും നടക്കാനൊന്നും വന്നേക്കരുത്, എനിക്കതൊന്നും ആവശ്യമില്ല, ഞാനത് വിശ്വസിക്കുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ച് പിന്നെ കുടുംബാംഗങ്ങളൊക്കെ ആ മനുഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നടക്കണം. അപ്പൊ അത് വലിയൊരു പ്രതിസന്ധിയാണ്, അച്ഛനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ബോധപൂർവം അത് നിഷേധിച്ച ഒരാൾക്ക് എങ്ങനെയാണ് പുനരുത്ഥാനത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ഒരു കബറിടം ഒരുക്കുന്നത്? അത് അർത്ഥശൂന്യമല്ലെന്ന് മാത്രമല്ല, ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കെ ആ മനുഷ്യൻ എടുത്ത സ്വാതന്ത്ര്യത്തിന്റെ വേർഡ്, എനിക്കിത് വേണ്ട എന്ന് പറയാൻ, ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ നിന്ന് അയാൾ എടുത്ത വേർഡിനെ അയാൾക്ക് അതങ്ങനെ പരസ്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയിൽ തിരിച്ചു പിടിച്ചു കൊണ്ടുപോവുക എന്ന വിധത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ആളെ അവിടെ കൊണ്ട് അടക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് സഭ അങ്ങനെ പരസ്യമായി വിശ്വാസത്യാഗം നടത്തുന്നവരെ, നിഷേധിക്കുന്നവരെയൊക്കെ രണ്ട് കാരണം: ഒന്ന്, സ്കാൻഡൽ ഉണ്ടാവാതിരിക്കും, മറ്റുള്ളവർക്ക് ഒരു സ്കാൻഡൽ ആവാതിരിക്കാൻ; രണ്ടാമത്, ആ വ്യക്തിയുടെ തീരുമാനത്തോട് ഒരു മാന്യത കാണിക്കാൻ, ബഹുമാനം കാണിക്കാൻ വേണ്ടി ആളെ അടക്കാതിരുന്നത് എന്ന് നമ്മൾ ഒരിക്കൽ ഈ ക്ലാസ്സിൽ തന്നെയാണ് എൻ്റെ ഓർമ്മ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ തെമ്മാടിക്കുഴി എന്നൊക്കെ പറയുന്ന കാര്യം. സഭ എങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തെ ആളുകൾ അങ്ങനെ വിളിച്ചിരുന്നതാണ് എന്നൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ മരണം എന്താണ് എന്നതിനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ കഴിയുന്ന സമയം തീർന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ സെക്കൻഡ് വരെ മാത്രമാണ് ഒരാൾക്ക് കർത്താവിന്റെ കൃപ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. കർത്താവിന്റെ കൃപ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ പറ്റുന്ന സമയം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് നോക്കിക്കേ, അത് നമ്മൾ ഒത്തിരി ഭയപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? ഒരു മനുഷ്യന് പശ്ചാത്തപിക്കാനുള്ള സമയം അവന്റെ മരണത്തോടെ തീരുന്നു എന്നതാണ്. മരണം വരെ കർത്താവ് കാരുണ്യവാനാണ്. മിശിഹായുടെ കാരുണ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. കാരുണ്യം, കഴിഞ്ഞ ഇടയ്ക്ക് ഇയർ ഓഫ് മിസറിക്കോർദിയ, കാരുണ്യത്തിന്റെ വർഷമൊക്കെ പ്രഖ്യാപിച്ചിട്ട് നമുക്കറിയാം, കർത്താവിന്റെ കാരുണ്യത്തിന്റെ. അതുപോലെ കാരുണ്യത്തിന്റെ, ഈശോയുടെ ഡിവൈൻ മേഴ്സി എന്ന് പറയുന്ന ഒരു കാര്യത്തോട്, ഡിവൈൻ മേഴ്സി, ദൈവിക കൃപ, ദൈവകരുണ, അതിനോട് വലിയ ഒരു ബന്ധവും ഒക്കെയുള്ള ആളുകളുടെ കൂട്ടായ്മകൾ ഇന്ന് ധാരാളമുണ്ട്. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നമ്മൾക്ക് ഒത്തിരി ഓർക്കുകയും അതിൽ ആശ്രയിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ ദൈവത്തിന്റെ കരുണയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ കരുണ, ദൈവം കരുണ്യവാനല്ലേ, കർത്താവ് നമ്മളെ സംരക്ഷിക്കില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കും. ചില ദൈവശാസ്ത്രജ്ഞന്മാരായ ചില ആളുകൾ, ദൈവശാസ്ത്രജ്ഞന്മാരെന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ ഓർക്കണം, യൂറോപ്പിലൊക്കെയുള്ള പല തിയോളജിയൻസും അവര് ചിലപ്പോൾ പലപ്പോഴും പരിധികൾ കടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ദൈവം കരുണയായിരിക്കെ ദൈവത്തിന് എങ്ങനെയാണ് ഒരു ദുർബലനായ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവനെ ഉപേക്ഷിക്കാൻ പറ്റുന്നത്? അവൻ ഈ ഭൂമിയിലെ അവന്റെ കൊച്ചു ജീവിതത്തിനകത്ത്, ചില ആളുകളൊക്കെ സംസാരിക്കും, നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ഈ ഭൂമിയിലെ കുഞ്ഞു ജീവിതത്തിനകത്ത് അവന്റെ ബലഹീനതയൊക്കെ ഇല്ല, അവനെ ഇടയ്ക്ക് കുറച്ച് കണ്ടുപിടിക്കും, കുറച്ച് തിന്മ, അതൊക്കെ അവനതങ്ങനെയല്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുക? ഈ കീടം പോലത്തെ കുഞ്ഞ് മനുഷ്യൻ അവൻ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്ര നോക്കിയിരിക്കുകയാണ് ദൈവം. ഒരു അപ്പനാണെങ്കിൽ ഒരു കൊച്ച് എന്തെങ്കിലും ചെയ്താൽ പോട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൻ അതിനെ എടുത്ത് കളയൊന്നുമില്ലല്ലോ, അതിനെ സ്നേഹത്തോടെ തന്നെ കൂടെ കൊണ്ടു നടക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയവനാണെന്ന് പറയുന്ന ദൈവം
ഇത്ര കാരുണ്യവാനാണെന്നൊക്കെ പറയുന്ന വലിയവനാണെന്ന് പറഞ്ഞ ദൈവം ഈ മനുഷ്യൻ എന്നേലൊക്കെ കുഞ്ഞു പാപം എന്നേലൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അതുങ്ങളെ ഉപദ്രവിക്കാനും പിടിച്ച് നരകത്തിലേക്ക് ഇടാനും തീക്കത്തിട്ട് ഉരുട്ടാനും ഒക്കെ പോകുമോ? അങ്ങനെയൊന്നുമില്ല. കർത്താവിന്റെ കരുണയൊക്കെ യാചിച്ചല്ലേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നിട്ട് കർത്താവ് നമുക്ക് കരുണ തരില്ലേ? നമ്മൾ എത്ര പ്രാർത്ഥിച്ചിരിക്കുന്നു, എത്ര കുർബാനകളിൽ പങ്കുചേർന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയ്ക്ക് നമുക്ക് കിട്ടിയില്ല, പിന്നെ ആർക്കാ കിട്ടുക? ഒരു പാപം ചെയ്യുന്നവർക്ക് ദൈവത്തിന് മുമ്പിൽ ഇതൊക്കെ വല്ലതുമാണ്. ഒരു കൊച്ച് അമ്മയുടെ മടിയിൽ കിടന്നിട്ട് അമ്മേനെ ഇങ്ങനെ കാലെടുത്ത് കളിച്ച് ചവിട്ടുന്ന പോലെയൊക്കെ അല്ലേ ദൈവത്തിന് ഫീൽ ചെയ്യുള്ളൂ. അതൊക്കെ നമ്മളിങ്ങനെ പൊക്കിപ്പിടിച്ച് കൊണ്ടു നടക്കുന്ന എന്തിനാണ്? സഭ ജീവിക്കുന്നത് തന്നെ പാപബോധം ഉയർത്തിക്കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാപത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു ആളുകൾ പാപബോധം ഉണ്ടാക്കി അങ്ങനെ അവരെ പാപബോധത്തിന് അടിമപ്പെടുത്തി ഭയപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്ക് പാപമോചനം തരാം, ഇവിടെ ഒന്ന് പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെ കൊണ്ടു കിടക്കുക എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയോ അല്ലെ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന നിരീശ്വരവാദ സംഘടനകളും ആളുകളും വേണ്ട വിധത്തിൽ സഭയും വിശ്വാസ രഹസ്യങ്ങളെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാത്ത ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ആളുകളുടെ മനസ്സിലുള്ള ഒരു വലിയ ചിന്താഗതിയാണ്. ദൈവം അങ്ങനെ കരുണ കാണിക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ദൈവം അതെന്ത് കാര്യം, അത് ദൈവം ക്ഷമിക്കുകയല്ലേ ഉള്ളൂ എന്ന് കരുതുന്ന ആളുകളുണ്ട്. ദൈവം ക്ഷമിക്കും, ദൈവം കാരുണ്യവാനാണ്. എത്ര വലിയ തിന്മ പോലും ക്ഷമിക്കാൻ മാത്രം വിശാലതയുണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിന്. ദൈവത്തിന് അങ്ങനെ ക്ഷമിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരുണ ഒരു മനുഷ്യന്റെ മരണത്തിന്റെ നിമിഷം വരെയാണ്. മരണത്തിന്റെ നിമിഷം വരെയാണുള്ളത്. അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ ആ ആൾ എപ്പോൾ പശ്ചാത്തപിച്ചാലും പാപങ്ങൾ അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയാൻ സന്നദ്ധനായാലും കാരുണ്യത്തോടെ ക്ഷമിക്കുന്നവനാണ് കർത്താവ്. 70 പ്രാവശ്യം ക്ഷമിക്കാൻ ആഹ്വാനം ചെയ്ത കർത്താവ് അങ്ങനെ ക്ഷമിക്കുന്നവൻ തന്നെയാണ്. പക്ഷെ ആ ക്ഷമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവന്റെ സമയം പൂർത്തിയാകുന്നത് വരെ കർത്താവ് ആ ക്ഷമ കൊടുക്കും. മരണത്തിന്റെ നിമിഷം വരെ കർത്താവ് കൊടുക്കും. അതുകൊണ്ട് കാരുണ്യവാൻ എന്ന പേര്, എന്ന അഡ്ജക്റ്റീവ് ദൈവത്തിന് ചേരുന്നത്, ഉപയോഗിക്കാവുന്നത് ഒരു മനുഷ്യന്റെ മരണം വരെയാണ്. മരിക്കുന്ന നിമിഷം വരെ ആ വ്യക്തിക്ക് കരുണ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മരണത്തിന്റെ നിമിഷം മുതൽ ദൈവത്തിന് നൽകപ്പെടേണ്ട അഡ്ജക്റ്റീവ്, ദൈവം അത് വിധിയാളനായ ദൈവമാണ്. ദൈവം വിധിയാളനായ ദൈവമാണ്. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് വിധി പറയുന്ന ദൈവമാണ്. അല്ലാണ്ട് എന്ത് ചെയ്താലും എന്നേക്കും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം അത് കഴിഞ്ഞ് പിന്നെ ക്ഷമിക്കാത്തത്? ഇതുവരെ കരുണ കാണിക്കുന്ന ദൈവം എന്താണ് ക്ഷമിക്കാത്തത്? അതിന്റെ കാരണം മരണം വരെ ആ വ്യക്തിക്ക് ഒരു അൾട്ടിമേറ്റ് ചോയ്സ് എടുക്കാനുള്ള സമയം, ഫ്രീഡം ദൈവം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ദൈവം അത് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഉപയോഗിച്ച് ആ വ്യക്തി വളർന്ന് കാര്യങ്ങൾ ആലോചിച്ച് അറിഞ്ഞ് നന്മയ്ക്ക് വേണ്ടിയോ തിന്മയ്ക്ക് വേണ്ടിയോ ഒരു തീരുമാനമെടുത്ത്, അതിനെ ഫണ്ടമെന്റൽ ഓപ്ഷൻ എന്നാണ് പറയുന്നത്. ഫണ്ടമെന്റൽ ഓപ്റ്റ് ചെയ്ത് എനിക്ക് നരകം മതി അല്ലെങ്കിൽ എനിക്ക് സ്വർഗം വേണം എന്ന് തീരുമാനമെടുക്കാൻ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അയാൾ ഫൈനൽ വേർഡ് പറയാണ്, എനിക്കിത് മതി, എനിക്കിത് മതി. അടുത്ത ക്ലാസ് നമ്മൾ നരകത്തെക്കുറിച്ച് കൂടുതൽ പറയും. എനിക്കിത് മതി, എനിക്കിത് മതി, എനിക്ക് നിന്നോട് കൂടെയുള്ള ജീവിതം വേണ്ട, എനിക്ക് നീ വേണ്ട, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിന്റെ വഴി എന്ന് പറഞ്ഞ് മരണത്തിൽ പിരിഞ്ഞു പോകുന്ന ഒരാളെ ദൈവം അപ്പോഴും മാനിക്കും എന്നുള്ളതാണ് കാര്യം. ദൈവം മാനിക്കും. സത്യത്തിൽ ഈ വിധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവനെ മാനിക്കലാണ്. അവൻ ചെയ്ത നന്മകൾ ആണെങ്കിൽ അവൻ അതിന് അർഹമായ പ്രതിഫലം കൊടുക്കൽ, തിന്മയാണെങ്കിൽ അതിന് ചേർന്ന പ്രതിഫലം കൊടുക്കൽ. അഥവാ അവൻ ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അത് അവന് കൊടുക്കുക എന്നുള്ളതാണ് കാരുണ്യവാനായ ദൈവം ചെയ്യുന്ന പ്രവൃത്തി. അതുകൊണ്ട് മനുഷ്യന്റെ മേൽ നടത്തുന്ന വിധി പോലും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കാരുണ്യം എന്ന് പറഞ്ഞത്? ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നീ വേണ്ട, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുമില്ല, ഇവിടെ ഇതൊക്കെ ഇങ്ങനെ യാന്ത്രികമായി ഉണ്ടായി വന്നതാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ പേരും പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്തെയൊക്കെ പരമാവധി അപമാനിക്കുകയും പുച്ഛിക്കുകയും ചെയ്യാവുന്ന പോലെ പുച്ഛിക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് നിന്നോട് ഇതൊന്നും വേണ്ട, ഇതൊന്നും എനിക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞിട്ട് മരിക്കുന്ന ഒരാളോട് ദൈവം കാരുണ്യം കാണിക്കുന്നത്, എങ്കിൽ ശരി നീ പറഞ്ഞ പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ പറയുന്നവനെ കഴുത്തിന് പിടിച്ച് തലയ്ക്കടിച്ച് തളർത്തിയിട്ട് ദൈവത്തിന് തൻ്റെ വഴിക്ക് വേണേൽ കൊണ്ടുവരാൻ മേലായികയൊന്നുമില്ലല്ലോ. ദൈവത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങനെ ചെയ്യാതെ അവനോട് കരുണ കാണിക്കുകയാണ്. ഓക്കെ, നിന്റെ വ്യക്തിത്വത്തെയും നിന്റെ തീരുമാനത്തെയും ഞാൻ മാനിക്കുന്നു, ഐ റെസ്പെക്ട്. അതുകൊണ്ട് നീ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ വേദനയോടെ നിന്നെ യാത്രയാക്കുകയാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അത് കർത്താവ് സന്തോഷപരമായി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരാളെ വിനാശത്തിലേക്ക് അയാൾ എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കുന്നത് ദൈവം ചെയ്യുന്ന ഒരു ആഹ്ലാദപരമായ പ്രവൃത്തിയല്ല.
നമ്മൾ ഇതിനെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ പിതാവിന്റെ സ്വത്തെല്ലാം മേടിച്ചിട്ട് പിതാവിനോട് വിട പറഞ്ഞു പോവാണ്. എനിക്കിനി നീയുമായിട്ടൊരു ബന്ധം വേണ്ട, എനിക്കുള്ളത് ഇങ്ങ് തന്നേരം ഞാൻ എങ്ങനെയും ജീവിച്ചോളാം, എന്റെ കാര്യം ഒന്നും അന്വേഷിക്കേണ്ട, ഞാൻ ഈ പ്രദേശത്തും ഇല്ല, നമുക്ക് അകലാം എന്ന് പറഞ്ഞിട്ട് അകന്നു പോവുകയാണ്. ആ സമയത്ത് പിതാവിന്, ആ യജമാനന് വളരെ എളുപ്പത്തിൽ, ധാരാളം ഭൃത്യന്മാരൊക്കെ ഉള്ളതല്ലേ, അവനെ പിടിച്ചുകൊണ്ട് കെട്ടിയിട്ട് ഇവിടെ മുറിക്കാത്തരും, അവനെ അകത്ത് കിടന്നാൽ മതി, തീറ്റ വില കൊടുത്തേരെ എന്ന് പറയാനുള്ള അധികാരവും ശക്തിയുമുള്ള പിതാവ് അവനെ കണ്ണുനീരോടെ യാത്രയാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ വഴിക്കണ്ണോടെ കാത്തിരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന നല്ല ഒരു പിതാവിനെയാണ് ദൈവം അവതരിപ്പിക്കുന്നത്, മിശിഹ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ദൈവിക വെളിപാടാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കുന്ന ദൈവം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ പെരുമാറുന്ന ദൈവമായിരിക്കും. എന്നോട് എത്ര ആളുകൾ ചോദിച്ചെന്നറിയാം, മനുഷ്യന് പാപം ചെയ്യാൻ കഴിയാത്തതുപോലെ ദൈവത്തിന് അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നു, എന്ത് എളുപ്പമുണ്ടായിരുന്നു അല്ലെ? ഇത് പാപം ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ അങ്ങ് സൃഷ്ടിക്കുകയും ചെയ്തു, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പാപം ചെയ്യുമ്പോൾ അതിന് വേറെ വടിയായിട്ട് വരികയും ചെയ്തു. എന്ത് പരിപാടിയാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പാപം ചെയ്യാൻ കഴിയുന്നവരായിട്ട് നമ്മളെ സൃഷ്ടിച്ചതെന്ന് അറിയാമോ? അതിന്റെ കാരണം ഇതാണ്, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുണ്യത്തിനൊന്നും ഒരു വിലയുണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മൾ ചെയ്യുന്ന പുണ്യത്തിനൊന്നും ഒരു വിലയുണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റോബോട്ടിനെ നിർമ്മിച്ചു, കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ നിർമ്മിച്ചു വരുമല്ലോ. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന റോബോട്ടിനെ നിർമ്മിച്ചു, ഭക്ഷണം ഉണ്ടാക്കി കൊച്ചിന് കൊടുക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചു. ആ റോബോട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്, അത് ഭക്ഷണം ഉണ്ടാക്കും, കൊച്ചിന് കൊടുക്കും, കൊച്ചു കഴിക്കും എന്ന് കണ്ട് ഈ റോബോട്ടിന് പറയാൻ പറ്റുമോ ഞാൻ നന്മ ചെയ്യുന്നുണ്ടെന്ന്, ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും? ഇല്ല. കാരണം ആ റോബോട്ടിന് വേറെ ഓപ്ഷൻ ഇല്ല. അതൊരു റോബോട്ടാണ്, ഒരു യന്ത്രമാണ്. ആ സമയം അമ്മ എങ്ങനെയല്ല, അമ്മയ്ക്ക് വേണേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം, ഇല്ല അമ്മയ്ക്ക് നിങ്ങൾ തിന്നണ്ട എന്ന് പറഞ്ഞ് വേണേ ഇരിക്കാം. പക്ഷെ അങ്ങനെ രണ്ട് സാധ്യതയും ഉണ്ടായിരിക്കുക. അമ്മ പനിയാണെങ്കിലും വയ്യെങ്കിലും കൊച്ചിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ചെയ്യുമ്പം അത് നന്മയാണ്. എന്ന് പറഞ്ഞാൽ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ കഴിയുന്ന ഒരാൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ നന്മയാവുള്ളൂ. തിന്മയും അങ്ങനെ തന്നെയാണ്. നന്മയും തിന്മയും ചെയ്യാൻ കഴിവുള്ള ഒരാൾ ചെയ്യുന്ന തിന്മയെ തിന്മയാവുള്ളൂ. നന്മയും തിന്മയും ചെയ്യാൻ കഴിയുന്ന ഒരാൾ ചെയ്യുന്ന നന്മയാവുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തീവ്രവാദി തോക്ക് ചൂണ്ടിക്കൊണ്ട് ഒരാളോട് പറയാണ്, നീ ആ ചില്ലൊക്കെ അടിച്ചു പൊട്ടിക്കും എന്ന് പറയാണ്. ഇവൻ പേടിച്ചിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സ്ഥാപനത്തിന്റെ ചില്ലെല്ലാം തല്ലി പൊട്ടിച്ചു. അയാൾക്ക് കുറ്റമുണ്ടോ? കുറ്റമില്ല. കാരണം എന്താണ്? പൊട്ടിക്കാനോ പൊട്ടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കില്ല. അയാൾ നിർബന്ധിതനാണ് എന്ത് ചെയ്യാൻ? പൊട്ടിക്കാൻ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അയാളത് പൊട്ടിക്കുന്നു. അയാൾ ചെയ്ത് കുറ്റമല്ല, അയാൾ കുറ്റം ചെയ്തിട്ടില്ല. അതുപോലെ നന്മ ചെയ്യുമ്പോഴും എനിക്ക് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാം, വേണം ചെയ്യാതിരിക്കാം എന്ന സാഹചര്യത്തിൽ ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ അത് പുണ്യമാവുള്ളൂ, നന്മയാവുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ ചെയ്യാൻ കഴിയുന്നവനായി സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിയാണ് ദൈവഛായയിലുള്ള സൃഷ്ടി. ദൈവം പരിപൂർണ സ്വാതന്ത്ര്യമാണ്. ദൈവം ആ പരിപൂർണ സ്വാതന്ത്ര്യത്തിന്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ചു. ദൈവം നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തരികയല്ല, സ്വാതന്ത്ര്യം നമുക്ക് തന്നു. ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നിന്ന് ദൈവം നമ്മളെ പങ്കുചേർത്തു, ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മളെ പങ്കുചേർത്തു. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് മനുഷ്യന് സ്വർഗത്തിൽ പോകാനും നരകത്തിൽ പോകാനും പറ്റുന്നത്, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്, ദൈവത്തിന് മനുഷ്യരൊക്കെ അങ്ങ് നന്മ മാത്രം ചെയ്യുന്നവരായിട്ട് സൃഷ്ടിച്ച ഭൂമി എത്ര നന്നായിരുന്നേനെ. ഭൂമി നന്നായിരിക്കില്ല, അതൊരു യന്ത്രത്തിന്റെ കൂടാരമായിരിക്കും അല്ലെ. നന്നായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ധാരാളം യന്ത്രങ്ങൾ ഒരുമിച്ച് വെച്ചേക്കുന്ന ഒരു ഫാക്ടറിയുടെ കാര്യം ഓർക്ക്. ഇപ്പം ഓട്ടോമൊബൈൽ ഫാക്ടറിയിലൊക്കെ ആണെങ്കിൽ, കാറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്താണ് ഒത്തിരി യന്ത്രങ്ങൾ ഒരുമിച്ച് കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും പുണ്യം നടക്കുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ദൈവിക കാര്യം നടക്കുന്നു, എന്തെങ്കിലും നന്മ ഉണ്ടാകുന്നുണ്ടോ? അവിടെ ഒരു ഉത്പാദനം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അങ്ങനെ കുറച്ച് ഉത്പാദനം നടത്താൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന യന്ത്രങ്ങളല്ല മനുഷ്യൻ. മനുഷ്യനാണ്. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഹ്യൂമൻ ഡിഗ്നിറ്റിയുള്ള, മഹത്വമുള്ള, ആത്മാവുള്ള, വിലയുള്ള, ക്രിസ്തുവിന്റെ അവയവങ്ങളായി തീരാനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ വ്യക്തിയായി കരുതുന്നു, വ്യക്തിയായി മാനിക്കുന്നു, വ്യക്തിയായി കണക്കാക്കുന്നു. വ്യക്തിക്ക് കൊടുക്കേണ്ട വിലയും മൂല്യവും സ്നേഹവും ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഒരു മനുഷ്യന് ഈ തീരുമാനം എടുക്കാനുള്ള ചോയ്സിന്റെ ടൈം അവസാനിക്കുന്നതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത്. നന്മ വേണോ തിന്മ വേണോ എന്ന് തീരുമാനിക്കാനുള്ള സമയം അവസാനിക്കുന്നതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് കാറ്റു പോകുന്നതിനെയോ പടമായി തീരുന്നതിനെയോ ഒന്നുമല്ല. ഇതാണ് ഇനി ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മൾ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ വായിച്ചിരുന്നു, ആത്മാവും ശരീരവും വേർപിരിയും. അതാണ് മരണത്തിൽ സംഭവിക്കുന്നത്. ശരീരം അത് ക്ഷയോന്മുഖമാണ്, അത് രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് മാറും. എന്നിട്ട് യുഗാന്ത്യത്തിൽ ഇത് രണ്ടും വീണ്ടും ഈ ഭൗതിക ശരീരം മഹത്വീകൃത ശരീരമായി വീണ്ടും ഒരുമിച്ച് ചേരും. മഹത്വീകൃത ശരീരത്തെക്കുറിച്ച് പറയുന്നത് ഫിലിപ്പി 3:21 അത് നമ്മുടെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ 48 കോട്ട് ചെയ്തിരിക്കുന്നതിന്റെ അവസാനം കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അവൻ നമ്മുടെ എളിയ ശരീരം തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും.
ഫിലിപ്പി 3:21. അവൻ നമ്മുടെ എളിയ ശരീരം, ഈ ഭൗമിക ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ, ഈശോയുടെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമ്മൾ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ ക്ലാസ് കൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ടാൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടുത്തും. അപ്പം പറഞ്ഞു വന്നത്, മരണമെന്ന് പറയുന്നത് ഇതാണ്. മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ചോയ്സ് അവസാനിക്കുന്ന സമയമാണ്. അതിന്റെ ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ നമുക്ക് പിന്നെ പശ്ചാത്തപിക്കാൻ അവസരമില്ല എന്നുള്ളതാണ്. മരണത്തിന് മുൻപ് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് സമയമില്ല. മരണത്തിന് ശേഷം പിന്നെ പശ്ചാത്തപിക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇനി രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ എന്താണ്? രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ ഇതാണ്: മരണത്തിന് ശേഷം ആളുകൾക്ക് മാനസാന്തരം കൊടുക്കാമെന്നോ, അവരോട് സുവിശേഷം പ്രഘോഷിക്കാമെന്നോ, അവരെ മാമോസ കൊടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്നോ ഒക്കെ പ്രചരിപ്പിക്കുന്ന സെക്റ്റുകൾ കള്ളം പറയുന്നു, സഭ ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ. അങ്ങനത്തെ ചില സെക്റ്റുകളുണ്ട്. സ്പിരിറ്റ് ഇൻ ജീസസ് അങ്ങനത്തെ ഒരു സെക്റ്റാണ്. ആ സെക്റ്റിന്റെ പ്രബോധനം അനുസരിച്ച് മരിച്ചുപോയ ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ട് വചനഭാഗങ്ങളെ അവൻ മരിച്ചവരോട് സുവിശേഷം പ്രഘോഷിച്ചു എന്ന് പറയുന്ന കാര്യവും, അല്ലെങ്കിൽ പിന്നെ മരിച്ചവർക്ക് വേണ്ടി മാമോസ സ്വീകരിക്കുന്ന എന്താണ് അർത്ഥമുള്ളത് എന്ന് പറയുന്ന രണ്ട് വാചകങ്ങളൊക്കെ എടുത്തിട്ടാണ് അവരെന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പരിപൂർണമായും പുറത്തെടുത്തിട്ട് അവരിങ്ങനെ പഠിപ്പിക്കും, മരിച്ചുപോയ ഒരാളോട് അവരുടെ ധ്യാനകേന്ദ്രത്തിൽ എങ്ങനെ ചെയ്യും പറ്റും എന്നൊക്കെ പറഞ്ഞ് അവര് മരിച്ചുപോയ ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിക്കുക. അപ്പം വളരെ തിന്മയിൽ ജീവിച്ച ദുഷ്ടരായിരുന്ന മനുഷ്യരൊക്കെ അവർ നരകത്തിലാണ്, അവരോട് സുവിശേഷം, അവരവരുടെ കഠിനമായ വേദനയിലായിരിക്കുന്നു. ആ സമയത്ത് അവരോട് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അങ്ങനെ അവർക്ക് മാമോസയെ കൊടുത്ത് അവർ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുണ്ട്. വളരെ പാവപ്പെട്ട മനുഷ്യർ ഒത്തിരി പേര് അത് കേൾക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പുറകെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കർത്താവ് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, മരണശേഷം പിന്നെ മാനസാന്തരത്തിന് സാധ്യതയില്ല. അത് അതോടെ അവസാനിക്കുകയാണ്. ലാസറിന്റെ ഉപമയിൽ അത് ഈശോ പഠിപ്പിക്കുന്ന കാര്യവും അതാണ്. അതിനകത്ത് അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന ലാസർ, ധനവാൻ നരകത്തിൽ കഷ്ടപ്പെടുന്നു എന്ന വിധത്തിൽ കർത്താവ് അതിനെ അവതരിപ്പിക്കുക. ആ സമയത്ത് ഈ ധനവാൻ ലാസറിനോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അബ്രാഹത്തോട് പറയുന്നുണ്ട്, ഒന്ന് അയക്കണം, അവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളുണ്ട്, അവരെങ്കിലും ഒന്ന് നന്നാവും, ഒരു സ്വർഗത്തിലേക്ക് വന്നോളൂല്ലോ എന്നൊക്കെ പറയാം. ഒരു വെള്ളം തൊട്ട് ചുണ്ടു നനയ്ക്കാൻ തന്നെ അവനെ അയക്കണമെന്നൊക്കെ പറയും. അപ്പോ ആ സമയത്ത് ദൈവം അഥവാ അബ്രാഹത്തിലൂടെ എന്ന പോലെ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ അഗാധമായ ഒരു ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരിക സാധ്യമല്ല. അഗാധമായ ഗർത്തം സ്ഥാപിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ കിടങ്ങു ഒഴിച്ചേക്കുന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. രണ്ടും തമ്മിൽ ഇനി ചേരാൻ പറ്റാത്തതുപോലെ, ഇവിടെയുള്ളവർക്ക് അവിടേക്കോ അവിടെയുള്ളവർക്ക് ഇവിടേക്കോ പോകാൻ കഴിയാത്തതുപോലെ ഫൈനലൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് മരണത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. മരണം എന്ന് പറയുന്ന കാര്യത്താൽ അതൊരു വലിയ ഗർത്തമാണ്. ആ ഗർത്തത്താൽ ഇത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇനിമേൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും യാത്ര സാധ്യമല്ല എന്നാണ് കർത്താവ് തന്നെ വളരെ വ്യക്തമായി പച്ചയായി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് അതിന്റെ മറ്റൊരു ഇംപ്ലിക്കേഷൻ. മരണശേഷം ഒരാൾക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നാം, മരിച്ച ആളുകൾക്ക്, നരകത്തിൽ പോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് മാനസാന്തരം വരാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങൾ. നമ്മൾ നാളെ അടുത്ത ക്ലാസ്സിൽ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന വിഷയമാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാം, നരകത്തിൽ പോകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയ വിഷയങ്ങൾ. അപ്പോൾ ഇപ്പൊ പറഞ്ഞു വന്നത് മരണം എന്താണ് എന്നാണ്. മരണത്തിന്റെ അടുത്ത സ്റ്റേജാണ് വിധി. മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷമാണ് വിധി. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്. വിധി രണ്ട് തരത്തിലാണുള്ളതെന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്. കർത്താവിന്റെ പ്രബോധനത്തിൽ നിന്ന് തിരുസഭ സ്വീകരിച്ചിരിക്കുന്ന അങ്ങനെയാണ്. വിധി രണ്ട് തരത്തിലാണ്. അതിന് വിളിക്കുന്നത് തനത് വിധി എന്നും പൊതുവിധി എന്നുമാണ്. തനത് വിധി, പൊതുവിധി. തനത് വിധി എന്ന് പറയുന്നത് മരണത്തിന്റെ സമയത്ത് ഒരാൾക്ക് ലഭിക്കുന്ന വിധി തീർപ്പാണ്. മരണത്തിന്റെ സമയത്ത് ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ആ ആളുടെ ചോയ്സിന്റെ സമയം എൻഡ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ, സെക്കൻഡ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം മരണശേഷം പിന്നെ സെക്കൻഡ് മണിക്കൂറൊന്നും ഇല്ലല്ലോ, അഥവാ അത് തീരുന്ന ആ മൊമെന്റിൽ അപ്പോൾ സംഭവിക്കുന്നതാണ് തനത് വിധി. അത് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസാനത്തിൽ തന്നെ സംഭവിക്കും. പൊതുവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവിധി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തനത് വിധിയിൽ സംഭവിക്കുന്ന തന്നെയാണ് പൊതുവിധിയിൽ സംഭവിക്കുന്നത്. പൊതുവിധി യുഗാന്ത്യമാണ്. ജനം മുഴുവനും, നമ്മളെല്ലാവരും പൊതുവായ വിധി തീർപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. കർത്താവ്
വലിയ ശക്തിയോടെ വാനമേഘങ്ങളിൽ ആഗതനാവുകയും കാഹളസ്വരം മുഴങ്ങുമ്പോൾ അവർ ഉയർത്തപ്പെടുകയും 2 സൈഡിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ പരസ്യമായ വിധി തീർപ്പ് നടത്തുന്ന സമയമാണ് ഈ പറഞ്ഞ പൊതുവിധി. സത്യത്തിൽ അപ്പം പിന്നെ എന്തിനാ ഈ 2 എണ്ണം എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നാൻ സാധ്യതയുണ്ട്. രണ്ടും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. അഥവാ ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തനത് വിധിയിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് പൊതുവിധിയിലും ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ആൾ മരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തെ നിഷേധിച്ച് മരിക്കുന്നു എന്ന് വെച്ചാൽ സ്വർഗത്തിന് അർഹമാകുന്നില്ല, നരകത്തിന് അർഹനാകുന്നു എന്ന് കരുതുക. പൊതുവിധിയിൽ അതിന് മാറ്റമൊന്നും വരില്ല. കർത്താവ് കുറച്ചു നേരം ആലോചിച്ചിട്ട് പാവം തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് മാറ്റം സംഭവിക്കുന്നില്ല. ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് ആ സമയം പൂർത്തിയാകുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നല്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നരകത്തിലേക്ക് പോകുന്നില്ല, സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ മറ്റു മാറ്റങ്ങളൊന്നും വരില്ല. തനത് വിധി തന്നെയാണ് പൊതുവിധിയിൽ സംഭവിക്കുന്നത്. പക്ഷെ എന്താണ് വ്യത്യാസം? പൊതുവിധിയിൽ സകലതും വെളിവാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പൊതുവിധിയിൽ സകലതും വെളിവാകുന്നു. തനത് വിധിയിൽ ഒരാൾ തനിയെ അറിയുന്ന ഒരു കാര്യം പൊതുവിധിയിൽ അത് വെളിവാകുന്നു എന്നതാണ് അതിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതവും വിധിയും തുടർന്നുള്ള കാര്യങ്ങളും എല്ലാം ട്രാൻസ്പെറന്റ് ആയി തീരുന്നു എന്നുള്ളതാണ്. അതാണ് പൊതുവിധി എന്ന് പറയുന്നത്. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അതിനെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് 1021 പാരഗ്രാഫിൽ സിസിസിയിൽ ഇങ്ങനെ പഠിപ്പിക്കും. വിധിയെപ്പറ്റി പുതിയ നിയമം പറയുന്നത് ഒന്നാമതായി യേശുവിന്റെ ദ്വിതീയ ആഗമന വേളയിൽ, 2ാം വരവിൽ, സെക്കൻഡ് കമ്മിങ്ങിൽ അവിടുന്നുമായുള്ള അന്തിമ സമാഗമനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് വിധിയെക്കുറിച്ച് പറയുന്നതെല്ലാം ഈശോയുടെ 2ാം വരവുമായി ബന്ധപ്പെടുത്തിയാണ്. കർത്താവ് 2ാം വരവിൽ ആണ് വിധി സംഭവിക്കുന്നത്. അന്നേരം നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് വിധി എന്ന് പറയുന്നത് എപ്പോഴും. എന്നാൽ ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുന്നു. അതാണ് അതിന്റെ കാര്യം. ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഉടൻ തന്നെ തന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി, ഈ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ വിശ്വാസം, ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ, ഇത് രണ്ടിനും അനുസൃതമായി, അത് ഏത് തരത്തിലാണ്, ഏതളവിലാണ് എന്നതിന് അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കും. ആ പ്രതിഫലം സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ വിധി. പ്രതിഫലം സ്വീകരിക്കലാണ് വിധി. ഇനി ദരിദ്രനായ ലാസറിന്റെ ഉപമയും ക്രിസ്തു കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റ് പല ഭാഗങ്ങളും ആത്മാവിന്റെ ഭാഗധേയത്തെ പറ്റി, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാവുന്ന അന്തിമ ഭാഗധേയത്തെ പറ്റി പറയുന്നുണ്ട്. നല്ല കള്ളനോട് പറയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആ മരണത്തോടുകൂടെ അവന്റെ വിധി സംഭവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് പൊതുവിധി സംഭവിക്കുകയും ചെയ്യും. അപ്പൊ നോക്കുക, ഇനി അത് എന്നിട്ട് 1022 പാരഗ്രാഫിൽ വീണ്ടും ഇങ്ങനെ പഠിപ്പിക്കും. ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കും. ഈ പ്രതിഫലം സ്വീകരിക്കുന്ന എവിടെയാണ്? ആത്മാവിലാണ്. കാരണം ആത്മാവിന് മരണമില്ല, അത് ശാശ്വതമാണ്, അമർത്യമായ ആത്മാവാണ്. ശരീരം മരിച്ചു, അതുകൊണ്ട് ശരീരത്തിൽ ഇനി അവിടെ ആ ഭൗതിക ശരീരത്തിൽ ഇനിമേൽ ശിക്ഷയില്ല. ആത്മാവിനാണ് ശിക്ഷയോ പ്രതിഫലമോ സ്വീകരിക്കുന്നത്. അത് എങ്ങനെയാണ്? ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ്. അതായത് ഒരു വ്യക്തി ഈശോയുടെ പ്രബോധനങ്ങളും ഈശോയിലൂടെ നൽകപ്പെട്ടവയും അവയോട് എന്തുമാത്രം ചേർത്തിരിക്കുന്നു തന്റെ ജീവിതം എന്ന് നോക്കിയാണ് പ്രതിഫലം സ്വീകരിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി, അതായത് ഈശോയുമായി തട്ടിച്ചു നോക്കിയിട്ടാണ് തന്റെ ഭഗതയെ നിർണ്ണയിക്കപ്പെടുന്നത്. തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. 2 വാക്കുകളും കേൾക്കണം. അമർത്യമായ ആത്മാവിൽ, ആത്മാവിന് മരണമില്ല, അതുകൊണ്ട് ആത്മാവ് അത് സ്വീകരിക്കുന്നു. രണ്ടാമത്തേത് ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. എറ്റേണൽ റിവാർഡാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ചില ആളുകളൊക്കെ ഇപ്പം ചില സെക്റ്റുകൾ, മില്ലിനിയാരിസം ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ചില സെക്റ്റുകൾ, അത് ഹോൾഡ് ചെയ്യുന്ന സെക്റ്റുകളിൽ ഒന്നാണ് ഈ വിമല ഹൃദയ മക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ വിചാരധാര അനുസരിച്ച് 1000 വർഷത്തിന്റെ ഭരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ യുഗാന്ത്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത യുഗം ആരംഭിക്കുന്നു, 1000 വർഷത്തെ ഭരണം നടക്കാൻ പോകുന്നു. അപ്പൊ 1000 വർഷം പിന്നെ ഇങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞ പിന്നെ വേറെ എന്തൊക്കെ ആയിരിക്കും? അങ്ങനെയൊന്നുമില്ല, ശാശ്വതമായ പ്രതിഫലം എന്നാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന കർത്താവിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമൊന്നുമില്ല, എന്നേക്കുമാണ്. എറ്റേണിറ്റിയിലേക്കാണ് പ്രവേശിക്കുന്നത്, നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൈവം നിത്യനായതുകൊണ്ട് ദൈവം തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു, നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അത് ഇനി ആ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? 2 വിധത്തിലായിരിക്കും. ഒന്നുകിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ, അല്ലെങ്കിൽ നേരിട്ട് സ്വർഗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. നോക്കുക, ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗത്തിലേക്ക് പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം. അതർവൈസ് നേരിട്ട്
നിത്യമായ നരകത്തിലേക്കുള്ള പ്രവേശനം. ഇതാണ് മരണത്തിന് നിമിഷം സംഭവിക്കുന്നത്. അതുവരെ അവന് തീരുമാനിക്കാം, പക്ഷെ ആ നിമിഷം മുതൽ പിന്നെ ദൈവം തീരുമാനിക്കും എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് എല്ലാ നിമിഷവും മരണത്തിനു വേണ്ടി, മരണത്തെക്കുറിച്ച് ഓർത്തും ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. അത് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല. പല ആളുകളും വിചാരിക്കുന്നത് എങ്ങനെയാണ്, വയസ്സാകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങാം, ഒരുങ്ങാം എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. ഇതുമായിട്ടൊരു ബന്ധവുമില്ല. മരണം എല്ലാവർക്കും, ദൈവം എത്ര ഭംഗിയായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് നോക്കുക. ഏത് നിമിഷം വേണം നമുക്ക് മരണം വരാം, ഏത് നിമിഷമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അടുത്ത ദിവസമൊക്കെ കള്ളനെ പോലെ വരുമെന്ന് കർത്താവ് പഠിപ്പിച്ചതിന്റെ കാരണം അതാണ്. വിധിയെക്കുറിച്ച് പറഞ്ഞു. ഇനി വിധിയെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് അടുത്ത കാര്യം. വിധിയെ തുടർന്ന് സംഭവിക്കുന്നത് എന്താണ്? വിധിയെ തുടർന്ന് സംഭവിക്കുന്നത് ഈ 3 അവസ്ഥകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത്. അത് പറയുന്നതിന് മുൻപ് മരണശേഷം ഈ മനുഷ്യനൊക്കെ എവിടെ പോകുന്നു എന്നതാണ് നമുക്ക് അടുത്തത് പറയേണ്ട കാര്യം. ഇതൊരു വലിയ വിഷയമാണ്. ഞാൻ വളരെ ഹ്രസ്വമായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. മരണത്തെ തുടർന്ന് നമ്മൾ എവിടെ പോകുന്നു? അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് വേറൊരു ചോദ്യം ചോദിക്കണം. ഈ ചോദ്യം ഇതാണ്: ഈ സഭ എവിടെയാണ്? അല്ലെങ്കിൽ സഭയിൽ ആരൊക്കെയുണ്ട്? ഈ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങാവുന്നത്. നിങ്ങൾ വേദപാഠം പഠിപ്പിക്കുമ്പോഴൊക്കെ കുട്ടികളോട് ഈ ചോദ്യം ചോദിച്ചിട്ട് ഇത് പഠിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പമാണ്. സഭയിൽ ആരൊക്കെയുണ്ട്? നമുക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് എന്തായിരിക്കും? മാർപ്പാപ്പയുണ്ട്, മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, ഞങ്ങൾ ജനമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, തിരിച്ചു പറയണം. ഞങ്ങൾ ജനമുണ്ട്, വൈദികരുണ്ട്, മെത്രാന്മാരുണ്ട്. ഇതൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിചാരങ്ങൾ. സത്യത്തിൽ അതല്ല അതിന്റെ ഉത്തരം. സഭയിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന നമ്മളുണ്ടെന്നല്ല പറയേണ്ടത്. സഭയിൽ 3 വിഭാഗത്തിലെ ആളുകളുണ്ട് എന്നോ, 3 നിലകളിലെ ആളുകളുണ്ട് എന്നോ, 3 ഗണം ആളുകളുണ്ട് എന്നോ ഒക്കെയാണ് പറയേണ്ടത്. 3 വിഭാഗം ആളുകൾ കൂടിച്ചേരുന്നതാണ് സഭ. തിരുസഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമല്ല. മറ്റ് മതങ്ങളോ ഒക്കെ അവരെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു സംഘടന പോലെയാണ്. പക്ഷെ തിരുസഭ സഭയെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ലൂമൻ ജെൻസിയുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ തന്നെക്കുറിച്ച് എന്ത് ഗ്രഹിക്കുന്നു എന്നാണ് പഠനത്തിന്റെ വിഷയം. സഭയിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, സഭ എവിടെയാണെന്ന് ചോദിച്ചാൽ, സഭ 3 സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നുവെന്നാണ്. 3 സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നു. ത്രിത്വത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ 3 ഒന്നായിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 3 സ്ഥലങ്ങളിൽ ആണ്, പക്ഷെ അത് ഒന്നായിരിക്കുന്നു. ഏതൊക്കെയാണ് ഈ 3 സ്ഥലങ്ങൾ? 3 സ്ഥലങ്ങളെ വിളിക്കുന്ന പേരുകൾ ഇങ്ങനെയാണ്: വിജയസഭ, സഹനസഭ, സമരസഭ. വിക്ടോറിയസ് ചർച്ച്. രണ്ടാമത്തേത് സഫറിംഗ് ചർച്ചാണ്. മൂന്നാമത്തേത് സ്ട്രഗിളിംഗ് ചർച്ചാണ്. എന്താണ് വിജയസഭ? താഴ്ത്തുന്നു തുടങ്ങാം. എന്താണ് സമരസഭ? സമരസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സമരങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പം പെട്ടെന്ന് സമരം ചെയ്യാൻ പോകുന്ന സഭയെന്നോ ഒക്കെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. സമരസഭ എന്ന് പറഞ്ഞാൽ അതിന് സമരമല്ല. സമരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം യുദ്ധം എന്നൊക്കെയാണ്. സ്ട്രഗിൾ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ സമരത്തിൽ, യുദ്ധത്തിലായിരിക്കുന്ന സഭ എന്നാണ് അതിന്റെ അർത്ഥം. സഭ എവിടെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഏത് യുദ്ധമാണ്? ആരോടുള്ള യുദ്ധമാണ്? ഏത് തരത്തിലുള്ള യുദ്ധമാണ്? അതിന്റെ ഉത്തരം ഇതാണ്: ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് 2 കാര്യങ്ങൾക്കെതിരെ, പാപത്തിനും പിശാചിനുമെതിരെ. 2 കാര്യങ്ങൾ, പാപത്തിനും പിശാചിനുമെതിരെ നിരന്തര യുദ്ധത്തിലായിരിക്കുന്ന, സ്ട്രഗിളിലായിരിക്കുന്ന, സമരത്തിലായിരിക്കുന്ന സഭയെയാണ് സമരസഭ എന്ന് വിളിക്കുന്നത്. നമ്മളാണത്. ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളാണ് ഈ സമരസഭ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനുഷിക പ്രവണതകൾക്കെതിരെ, പാപപ്രേരണകൾക്കെതിരെ, തിന്മയുടെ ശക്തികൾക്കെതിരെ, ദുരാത്മാക്കൾക്കെതിരെ നമ്മൾ നിരന്തര യുദ്ധത്തിലാണ്. ആ വാക്ക് ഓർക്കണം, നിരന്തര യുദ്ധത്തിലാണ്. കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇതിന് ലീവും ഹോളിഡേ ഒന്നുമില്ല, വീക്കെൻഡ് ഒന്നും ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴും യുദ്ധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ യുദ്ധത്തിലായിരിക്കുന്ന സഭയാണിത്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പരിഹാരങ്ങൾ ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, തിന്മ ചെയ്യാതിരിക്കാനായിട്ട് സൂക്ഷിക്കുന്നു, പരസ്പരം പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഈ ഭൂമിയിൽ യുദ്ധത്തിലായിരിക്കുകയാണ്. ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് വൈദികരും മെത്രാന്മാരും ഒക്കെ. അവരാണ് അതിന് മുൻനിര നിന്നിട്ട് നേതൃത്വം കൊടുക്കുന്നത്, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആളുകളെ പഠിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഒക്കെ. അപ്പൊ ഈ ഭൂമിയിലെ സഭയാണ് ഈ സമരസഭ, സ്ട്രഗിളിംഗ് ചേർച്ച്. രണ്ടാമത്തേതാണ്, അത് സഹനത്തിന്റെ സഭയാണ്, സഹനസഭയാണ്. സഹനസഭ എന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? അത് ശുദ്ധീകരണത്തിലെ സഭയാണ് എന്നുള്ളതാണ്. ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന, പ്യൂരിഫിക്കേഷനിലൂടെ കടന്നു പോകുന്ന, അഗ്നിയിലൂടെ ശോധന ചെയ്യുക എന്നൊക്കെ പറയുന്ന ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഭയാണ് ഈ ശുദ്ധീകരണ സഭ. അത് ദണ്ഡനത്തിന്റെ സ്ഥലമാണ്. ദണ്ഡനം എന്നതൊരു പഴയ മലയാളം വാക്കാണ്. ദണ്ഡവിമോചനം അതിൽ നിന്ന് വരുന്ന, നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് അടുത്ത ദിവസം പറയുമ്പം ദണ്ഡവിമോചനത്തെ കുറിച്ച് ഒന്നുകൂടെ സൂചിപ്പിക്കാം. ദണ്ഡനം എന്ന് പറഞ്ഞാൽ
സഹനമെന്നാണ് അതിന്റെ അർത്ഥം. പണ്ടൊക്കെ കാരണന്മാരൊക്കെ പഴയ മലയാളത്തിൽ പറഞ്ഞു, ഞാൻ വളരെ ദണ്ണിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്നൊക്കെ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഓർക്കും എന്ത് വർത്തമാനാണെന്നൊക്കെ ഓർക്കും. അതിന്റെ അർത്ഥം ഞാൻ ഒത്തിരി സഹിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം ഏറ്റെടുത്തുണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയതാണ് ഈ സ്വത്തൊക്കെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ദണ്ഡനത്തിന്റെ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അതെന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നമ്മൾ ആ വിഷയം പഠിക്കുക അടുത്ത ക്ലാസ്സിൽ. അതിന്റെ കാരണം ആ വ്യക്തി പ്യൂരിഫിക്കേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. തെറ്റ് ചെയ്തു, ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിന് ശുദ്ധീകരണം ആവശ്യമുണ്ട്. അതിലൂടെ കടന്നു പോകുന്ന സഭയാണ് ശുദ്ധീകരണ സഭ, ശുദ്ധീകരണ അവസ്ഥയിലുള്ള സഭ. അവരുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ഇത് പറയുന്നു. അടുത്ത സഭ എന്താണ്? സ്വർഗീയ സഭയാണ്. അത് വിജയസഭയാണ്. ഗ്ലോറിയസ് വിക്ടോറിയസ് ചർച്ചാണത്. ആ സഭ സ്വർഗീയ സഭയാണ്. അവരെന്താണ്? അവരുടെ സ്ഥിതി എന്താണ്? ഈ ഭൂമിയിൽ നല്ലവണ്ണം യുദ്ധം ചെയ്ത് ഞാൻ നല്ല ഓട്ടം ഓടി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, എന്നിട്ട് കർത്താവ് എനിക്ക് തൻ്റെ മഹത്വത്തിന്റെ കിരീടം എനിക്ക് തരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ മഹത്വത്തിന്റെ കിരീടം സ്വീകരിച്ചവരാണ് ഈ സ്വർഗീയ സഭയുടെ അംഗങ്ങൾ. അവരാരാണ്? വിശുദ്ധരും രക്തസാക്ഷികളുമാണ്. വിശുദ്ധരും രക്തസാക്ഷികളും അവരുടെ സമൂഹത്തെ, അവരുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് സ്വർഗീയ സഭ. സ്വർഗീയ സഭ അവര് വിജയസഭയാണ്. ഈ 3 സഭകൾ, 3 വിഭാഗങ്ങൾ ഒന്നായിരിക്കുന്നതാണ് തിരുസഭ. തിരുസഭ എന്ന് പറയുന്നത് ഈ 3 സഭാവിഭാഗങ്ങൾ ഒരുമിച്ചായിരിക്കുന്നതാണ്. ഇത് 3 സഭകളല്ല, അത് 3 കൂടെ കൂടുന്ന ഒറ്റ സഭയാണ്, ഏക സഭയാണ്. ആ ഏക സഭയാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരം. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ സഭ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഓർക്കണം, നമ്മൾ വെറുതെ ആ വാക്കങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും ആ വാക്ക് നേരിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എവിടേക്കാണ്, പോയിന്റ് ഔട്ട് ചെയ്യുന്ന എങ്ങോട്ടാണ്? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ്. യഥാർത്ഥ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ആളുകൾ മാത്രമല്ല, സ്വർഗത്തിലെയും ശുദ്ധീകരണ സ്ഥലത്തെ നമ്മളും കൂടി കൂടുന്നതാണ്. അതുകൊണ്ട് സഭയൊക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ ഒരാൾ പറയുമ്പം പെട്ടെന്ന് റെഫർ ചെയ്യുന്നത് സ്വർഗത്തിലെയും ശുദ്ധീകരണ സ്ഥലത്തിലെ അംഗങ്ങളെയും കൂടെയാണ്. ചിലപ്പോഴൊക്കെ ആളുകൾ പറയില്ലേ, സഭയൊക്കെ എങ്ങനെ എന്നൊക്കെ പറയില്ലേ ആളുകൾ. സ്വർഗീയ സഭയെക്കുറിച്ച് ഓർക്കണം, ശുദ്ധീകരണത്തിലായിരിക്കുന്ന സഭയെക്കുറിച്ച് ഓർക്കണം. അതിൽ ഏറ്റവും കുഞ്ഞു വിഭാഗമാണ് നമ്മൾ. എന്താ അങ്ങനെ പറഞ്ഞത്? നമുക്ക് മുൻപ് ഇത്രയും നൂറ്റാണ്ടുകൾ ജീവിച്ച് കടന്നു പോയിട്ടുള്ള ആളുകളെ ഓർക്കുക. എന്തുമാത്രം ആളുകളായിരിക്കും അവരല്ലേ? അവരുമായി താരതമ്യം ചെയ്യുമ്പം നമ്മൾ എന്തുമാത്രം ചെറിയ കമ്മ്യൂണിറ്റിയാണ് അല്ലെ? നമ്മൾ എത്ര ചെറിയ കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ മാത്രമേ നമ്മുടെ കൂട്ടത്തിലുള്ളൂ. ബാക്കി വലിയ സമൂഹം അത് സ്വർഗത്തിലും ശുദ്ധീകരണ സ്ഥലത്തിലുമാണ്. വളരെ വളരെ വലിയ സമൂഹം. അതിന്റെ ഒരു കുഞ്ഞു ഭാഗമാണ്. 3 ചർച്ചിൽ വെച്ചിട്ട് ഏറ്റവും കുഞ്ഞു ഭാഗമാണ് നമ്മൾ. പക്ഷെ നമ്മൾ പറയുന്നത് മുഴുവൻ ആ കുഞ്ഞു ഭാഗത്തെക്കുറിച്ചാണ്. അതിന്റെ വീഴ്ചകളെക്കുറിച്ചോ അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചോ ഒക്കെ നമ്മൾ വാചാലമായി സംസാരിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും സ്വർഗീയ സഭയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം. അതാണ് സഭയുടെ രീതി. അതെല്ലാ പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ നോക്കുകയുള്ളൂ. എല്ലാ സ്വർഗീയ സഭയുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ പ്രാർത്ഥനകളും ഒക്കെ. സഭ എപ്പോഴും അവരെ അനുസ്മരിക്കുന്നുണ്ട്. നമ്മളാണ് അനുസ്മരിക്കാതിരിക്കുന്നത്. നമ്മൾ സഭയുടെ ഹൃദയം സ്വന്തമാക്കുക, സഭയോടൊത്ത് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി അത് ഈ 3 കൂടെ കൂടുന്ന ഒരു കുടുംബമാണ്. ദാറ്റ്സ് എ ഫാമിലി. അതൊരു കുടുംബമാണ്. ഇനി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഈ സ്വർഗീയ സഭയോട്, വിശുദ്ധരോട് നമ്മൾ മാധ്യസ്ഥം യാചിക്കേണ്ട കാര്യമുണ്ട്. അവർ മരിച്ച് അവിടെ പോയില്ല, ഇനിയിപ്പോൾ അവർ നമ്മളെ തന്നെ ചെയ്യാനാണ് എന്ന് ചില ആളുകൾ വിചാരിക്കും. അല്ലെങ്കിൽ ശുദ്ധീകരണാത്മാക്കൾ, അവർ ശിക്ഷ അനുഭവിക്കും, നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവരവിടെ ഇരുന്ന് ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകട്ടെ, അല്ലാണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് കാര്യം, ചില സെക്റ്റുകളും ഒക്കെ വളരെ ശക്തമായി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ മരിച്ചവർ പോയി, ആ ലോകം വേറെ ഈ ലോകം വേറെ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മൾ കാണും. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇത് സഭയാകുന്ന ക്രിസ്തു ശരീരത്തെക്കുറിച്ച്, ആ കുടുംബത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരുടെ വാക്കുകളാണ്. അതൊരു കുടുംബമാണെന്നും അതൊരു ശരീരമാണെന്നും തിരിച്ചറിയുന്ന ആളുകൾക്കാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു കുടുംബത്തിന്റെ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കൊച്ചിന്റെ ഫീസ് അടയ്ക്കണം. കൊച്ചു പോയിട്ട് അപ്പനോട് പറയാം, അപ്പാ എനിക്ക് ഫീസ് അടയ്ക്കണമല്ലോ. അപ്പൊ അപ്പം പറയാണ്, എന്റെ ശമ്പളം എനിക്കുള്ളതല്ലേ, നിന്റെ ശമ്പളം കിട്ടുമ്പോൾ നീ അടച്ചു എന്ന് പറയില്ലല്ലോ. അപ്പം പറയും, ആണോ, ഞാൻ തരാം, എൻ്റെത് നിന്റെയും കൂടിയാണ്. ആ കുടുംബത്തിനകത്താണ് അത് നടക്കുക അല്ലെ? അയലോകത്തെ ഒരാൾ നമ്മളതിനെ സഹായിക്കുന്നില്ലല്ലോ. കുടുംബമായിരിക്കുന്നത് കൊണ്ട് കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, അവർ ബന്ധത്തിലായിരിക്കും. ക്രിസ്തുവിന്റെ ജീവിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ എല്ലാവരും, സ്വർഗീയ സഭയും ശുദ്ധീകരണ സഭയും നമ്മളും. അതുകൊണ്ട് ആ അവയവങ്ങൾ പരസ്പരം സഹായിക്കും. അവർ ബന്ധത്തിലാണ് ഇരിക്കുന്നത്. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ ബന്ധത്തിലിരിക്കുന്നത് പോലെ തന്നെ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ബന്ധത്തിലിരിക്കുന്നത് പോലെ തന്നെ സഭയിലെ അംഗങ്ങൾ മുഴുവനും 3 സഭയും ബന്ധത്തിലാണ് ഇരിക്കുന്നത് എന്നതാണ് തിരുസഭയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രബോധനം. അത് നമുക്ക് ഒത്തിരി പ്രത്യാശ തരുന്നു. ഞാൻ പറഞ്ഞത്, സ്വർഗീയ സഭയും ശുദ്ധീകരണ സഭയും
നമ്മളും കൂടി ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ ഭൂമിയിൽ അലയാൻ വിട്ടേക്കുന്നു, അവരൊക്കെ മറ്റെങ്ങാണ്ടേക്കും പോയി എന്നുള്ളതല്ല. അവരും നമ്മളും ഒരു ഭവനത്തിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. ഇത് സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ CCCയുടെ 959 അതിനകത്ത് ഇങ്ങനെയാണ്: എന്തെന്നാൽ ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിൽ ഒരു കുടുംബവുമായി തീർന്ന നാം പരസ്പരം സ്നേഹം തുടരുകയും പരിശുദ്ധ പരമ ത്രിത്വത്തെ സ്തുതിക്കുവാൻ ഒരുമിച്ച് കൂടുകയും ചെയ്യുമ്പോൾ സഭയുടെ അഗാധമായ വിളിയോട് നാം വിശ്വസ്തതയുള്ളവരായിരിക്കും. ദൈവത്തിന്റെ ഏക കുടുംബമാണ് എന്നാണ് ഇത് പറയുന്നത്. വിശുദ്ധരുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി അപ്പൊ അത് പറയുമ്പം വിജയസഭയെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയേണ്ടതുണ്ട്. വിജയസഭയോടുള്ള ബന്ധമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ വിശ്വാസ ജീവിതം ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ വിജയസഭയിലെ അംഗങ്ങളുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും മാധ്യസ്ഥം യാചിക്കുന്ന വിശുദ്ധര്, തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധര്, നമ്മുടെ ഓരോരുത്തരുടെയും നാമത്തിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധര്, നമ്മൾ ഓരോ ദിവസവും പ്രബോധനത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന വിശുദ്ധര്. കണ്ടോ, നമ്മളിപ്പോ ഒരു വചന പ്രഘോഷണത്തിനാണെ പോലും നമ്മൾ എന്തോരം വിശുദ്ധരെ കോട്ട് ചെയ്യും അല്ലെ, വിശുദ്ധരെ ഉദ്ധരിക്കും. വിശുദ്ധ അഗസ്തീനോസ് പോലെ, അല്ലെ വിശുദ്ധ അസീസി, ഫ്രാൻസിസ് അസീസി ഒക്കെ ജീവിതം, അവരുടെ ജീവിതമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രബോധനത്തിന്റെ പോലും ഭാഗമാണ്. സത്യത്തിൽ ഈ വിശുദ്ധരെ, സ്വർഗീയ വാസികളെ വിശുദ്ധരെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? അവരെ വിളിക്കുന്നത് ജീവിക്കുന്ന സുവിശേഷം എന്നാണ്. റിട്ടൺ ഗോസ്പൽ സുവിശേഷമുണ്ട്, അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. എന്നാൽ അത് ജീവിക്കുന്ന സുവിശേഷം എന്ന് വിളിക്കുന്നത് വിശുദ്ധരാണ്. കാരണം സുവിശേഷത്തിൽ ഈ അക്ഷരങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ ജീവിതം കൊണ്ട് രേഖപ്പെടുത്തിയവരാണ് വിശുദ്ധർ. സുവിശേഷത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ ജീവിതം കൊണ്ട് രേഖപ്പെടുത്തിയവരാണ്. ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ജീവിതം കൊണ്ട് രേഖപ്പെടുത്തിയവരാണ് വിശുദ്ധർ. അവരുടെ സ്ഥാനം മഹനീയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ വിശുദ്ധരൊക്കെ നമുക്ക് എന്തോരം കോൺഫിഡൻസ് തരുന്നറിയോ? ചിലപ്പോഴൊക്കെ ആളുകൾ പറയില്ലേ, ഇതുപോലെ മനുഷ്യന് പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ ഈ മലയാളത്തിൽ ഒരു വളരെ മോശമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അങ്ങ് പോയി പള്ളി പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഒരിക്കലും പറയാത്തൊരു വാക്കാണ് പോയി പള്ളി പറഞ്ഞാൽ മതി. എന്താ അതിന്റെ അർത്ഥം? അതൊരു ദുസൂചനയാണ്. എന്താണെന്നറിയോ? ആദ്യം ചുമ്മാ പറയാനേ കൊള്ളുള്ളൂ, ആദ്യം ചുമ്മാ പള്ളി പറയാൻ കൊള്ളാം, അല്ലാണ്ട് നടപ്പുള്ള കാര്യം വല്ലതും ആണോ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പറയുന്നതൊക്കെ നടപ്പില്ലാത്ത കാര്യം. എങ്ങനെ ഉണ്ടായത്? കർത്താവ് പറയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിന്നെ അങ്ങനെ തിരിച്ച് സ്നേഹിക്കുവിൻ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പഠിപ്പിക്കും. അപ്പൊ കുറെ ആൾക്കാർക്ക് ഇതുവരെ നടപ്പുള്ള കാര്യം വല്ലതും ആണ്, എന്നെക്കാൾ ഉപരിയായി പേരനെ സ്നേഹിക്കുന്നവരൊന്നും എനിക്ക് യോഗ്യനല്ല, ഇതെല്ലാം ഉപേക്ഷിച്ച് കുരിശു കൊടുക്കാൻ എന്റെ പിന്നാലെ വരാൻ പറ്റത്തില്ല, ഇതുവരെ നടപ്പുള്ള കാര്യം വല്ലതും ആണ്, ചുമ്മാ പറയാൻ കൊള്ളാമെന്നല്ല, അതൊക്കെ ഐഡിയൽസ് അല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് ലോകത്തിന് എന്നും ഒരു സ്ട്രഗിളാണ്, ഒരു ടെൻഷനാണ്. അങ്ങനെയാണ് കുറെ ആളുകൾ സഭയുടെ പ്രബോധനങ്ങളെ, മിശിഹായുടെ വാക്കുകളൊക്കെ ഇതുവരെ നടപ്പുള്ളതാണോ, ഇതുപോലൊക്കെ ജീവിക്കാൻ മനുഷ്യന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് വിശുദ്ധർ. എഴുതപ്പെട്ട വചനം ജീവിച്ച് കാണിച്ചവരാണ് വിശുദ്ധർ. അതുകൊണ്ട് അവർ നമുക്ക് മാതൃകയാണ്, അവർ നമുക്ക് മുന്നോടിയാണ്, അവര് നമ്മുടെ കൈത്താങ്ങാണ്. അവരുടെ കരം പിടിച്ചാണ് നമുക്ക് നടക്കാവുന്നത്. കാരണം അവർ വിജയിച്ചവരാണ്, ജീവിച്ച് സുവിശേഷം പകർത്തി എഴുതിയവരാണ്. രേഖപ്പെട്ട സുവിശേഷം, കടലാസുകളിൽ രേഖപ്പെടുത്ത സുവിശേഷം, അത് ലോക ചരിത്രത്തിലേക്ക് ജീവിതം കൊണ്ട് പകർത്തി എഴുതിയവരാണ് ഈ വിശുദ്ധർ. അപ്പൊ അതുകൊണ്ട് വിശുദ്ധരുടെ കുറിച്ച് പറയുന്നതും, വിശുദ്ധരെ കേൾക്കുന്നതും, വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതും, വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നതും ഒക്കെ നമ്മളെ വിശുദ്ധരോട് കൂടുതൽ അടുപ്പിക്കും. ഈ പുണ്യവാന്മാരുടെ ഐക്യത്തെക്കുറിച്ച് 946 മുതലുള്ള ഭാഗങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് CCCയുടെ അത് ഞാൻ ചില ഭാഗങ്ങളൊക്കെ വായിക്കും, അത് വായിക്കേണ്ടത് തന്നെയാണ്. ഈ സഭയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? 946 ഒരു വാചകനാണ്, എല്ലാ വിശുദ്ധരുടെയും സമ്മേളനമല്ലാതെ പിന്നെന്താണ് സഭ? എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മയല്ലാതെ പിന്നെ എന്താണ് സഭ? സഭയെന്ന് പറയുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മയല്ലാതെ പിന്നെ എന്താണ് എന്നാണ് സഭ ഇങ്ങനെ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ വിശ്വാസികളെയും വിശുദ്ധരെന്ന് പൗലോസിനെ വിളിക്കാറുണ്ട് അല്ലെ, കൊറിന്തോസിലെ വിശുദ്ധർക്ക് എഴുതുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരെ വിശുദ്ധരെന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം ഇതാണ്: അവര് മാമോദീസയാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, വിശുദ്ധരായി തീർന്നവരാണ്. പാപം ചെയ്ത് അവർക്ക് ആ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ ഇടയുണ്ട്, പക്ഷെ അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് പോലെ ഉത്ഭവപാപവും കർമ്മപാപവും അവയുടെ ശിക്ഷകളും മാമോദീസയാൽ കഴുകി വെടിപ്പാക്കിയവരാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വെണ്മയാക്കിയവരെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന വെണ്മയാക്കിപ്പെട്ടവരാണ്. അതിനാൽ അവർ വിശുദ്ധരായി തീർന്നവരാണ്.
പിന്നീട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവർ തിന്മ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അവർ വിശുദ്ധരായി തീർന്നവരാണെന്നുള്ള അർത്ഥത്തിലാണ് കൊറിന്തോസിലെ വിശുദ്ധരെ നിൽക്കുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മളെയും വിശുദ്ധരെ എന്ന് വിളിക്കാം, വിശുദ്ധരായി തീർന്നവരെ എന്ന് വിളിക്കാം. പിന്നീട് ഓരോരുത്തരും അതിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയിരുന്നോ അവനവൻ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പാരഗ്രാഫുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. എല്ലാ വിശ്വാസികളും കൂടി ഒറ്റ ശരീരമാകുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും നന്മ മറ്റുള്ളവർക്ക് പകർന്നു നൽകപ്പെടുന്നു എന്നാണ് ഈ വിശുദ്ധരെ കുറിച്ച്, സ്വർഗീയ സഭയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം. അത് ഭയങ്കര പ്രധാനപ്പെട്ട. ഞാൻ പലപ്പോഴും തിരുനാൾ പ്രബോധനത്തിനൊക്കെ പോകുമ്പം ഞാനത് ഈ ഭാഗം CCCയിൽ നിന്ന് വായിച്ചൊക്കെ പറയാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. അതെങ്ങനെയാണ്, ഈ പുണ്യവാന്മാരോട് എന്തിനു നമ്മൾ പ്രാർത്ഥിക്കുന്നു, മാധ്യസ്ഥം യാചിക്കുന്നു, അവരോട് എന്ത് ബന്ധമാണ് നമുക്കുള്ളതെന്ന് എന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതിങ്ങനെയാണ്, എല്ലാ വിശ്വാസികളും കൂടി ഒറ്റ ശരീരമാകുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും നന്മ മറ്റുള്ളവർക്ക് പകർന്നു നൽകപ്പെടും. സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കുടുംബത്തിലെ മൂത്ത മകൻ ഒരു കളക്ടറാണ് എന്ന് കരുത്, ഒരു ജഡ്ജിയാണെന്ന് കരുത്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണെന്ന് കരുത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് കരുത്. ആ ആൾക്ക് മാത്രമേ ബഹുമാനമുള്ളൂ, ആ ആൾക്ക് മാത്രമേ ജീവിതത്തിന് ആള് പ്രധാനമന്ത്രി. ആ കുടുംബം മുഴുവനകത്ത് പങ്കുചേരും അല്ലെ? ആ കുടുംബത്തിലെ ആര് എവിടെ ചെന്നാലും അവരെല്ലാം അയ്യോ ആളുടെ ഇന്നയാളാണ് എന്ന് പറഞ്ഞായിരിക്കും നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നത്. ശരിയല്ലേ? അത് ഇനി അതുപോലെ തന്നെ മറുവശത്ത് ആലോചിച്ച് നോക്കി. ഒരാള് നല്ലൊരു കുടുംബം, അതിനകത്തെ ഒരാള് തീവ്രവാദിയായി പിടിക്കപ്പെട്ടു എന്ന്. ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിരിക്കാൻ പറ്റും. ആ കുടുംബം മുഴുവനും അപമാനിതരാകും. ആ കുടുംബം മുഴുവനും സംശയത്തിന്റെ ദൃഷ്ടിയിലായിരിക്കും. ആ കുടുംബം മുഴുവനും ചോദ്യം ചെയ്യപ്പെടും അല്ലെ? അപ്പോ ഒരാളുടെ നന്മയും ഒരാളുടെ തിന്മയും ആ കുടുംബത്തിലെ മറ്റാളുകളിലേക്ക് സംസർഗം ചെയ്യപ്പെടും, കൈമാറ്റം ചെയ്യപ്പെടും. ഈ പശ്ചാത്തലത്തിൽ ഈ കുടുംബമായിരിക്കുന്ന സഭ 3 മുറികളിൽ ഉള്ള 3 തലങ്ങളിലുള്ള ഈ സഭയെക്കുറിച്ച് പറയുകയാണ്. എല്ലാ വിശ്വാസികളും കൂടി ഒറ്റ ശരീരമാകുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കപ്പെടുന്നു. തന്മൂലം നന്മകളുടെ ഒരു സംസർഗവും സഭയിലുണ്ടെന്ന് വിശ്വസിക്കണം എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. നന്മകളുടെ ഒരു സംസർഗം തിരുസഭയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവനുള്ളത് കൊണ്ട് അവനവൻ ജീവിക്കുകയല്ല. ഈ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളുടെയൊക്കെ ഒരു പരാധീനത അതാണ്. ഓരോരുത്തരും അവനവന്റെ ആശയം കൊണ്ട് ജീവിക്കുക. സഭയിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഓരോരുത്തരുടെയും നന്മ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കപ്പെടും. അതിന്റെ ഒരു സംസർഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. വലിയ നന്മയുള്ള വിശുദ്ധർ, അവരുടെ നന്മയിൽ നമുക്കും പങ്കാളിത്തമുണ്ട്. നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നാലും അവരുടെ നന്മയിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്. നമ്മൾ ഒരു വിശുദ്ധന്റെ തിരുനാളൊക്കെ ആഘോഷിക്കും. വിശുദ്ധ അന്തോനീസിന്റെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഒക്കെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ പോയിട്ട് നമ്മൾ പറയാണ് സെബസ്ത്യാനോസെ സഹായിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടായ്മയിൽ ആ വിശുദ്ധന്റെ വിശുദ്ധിയിലും നന്മയിലും ഒക്കെ നമുക്കും പങ്കാളിത്തം കിട്ടും. അങ്ങനെയാണ്. കളക്ടർ ആയിരിക്കുന്ന അപ്പന്റെ കൈയും പിടിച്ച് റോഡെ പോകുന്ന ഒരു മകന്റെ കാര്യം ഓർത്ത് നോക്കി അല്ലെ? കാണുന്നവരൊക്കെ പോലീസൊക്കെ കാണുമ്പോൾ സല്യൂട്ടൊക്കെ ചെയ്യും, കൊച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊരു സംസർഗമാണ്. അപ്പനാണ് കളക്ടർ അയക്കുന്നത്. കൊച്ചു 10ാം ക്ലാസ് പോലും ആയിട്ടില്ല നടക്കാണ്. പക്ഷെ ഒരു കളക്ടറൊക്കെ കൊച്ചിനെ പിടിച്ച് നടക്കുമ്പോൾ ആ കളക്ടറുടെ മകനോട് പോലീസുകാർ എന്താ എന്ന് ചോദിക്കുമോ? ചോദിക്കില്ല. അപ്പനോട് സംസാരിക്കുന്ന പോലെ തന്നെ ബഹുമാനത്തോടെ സംസാരിക്കും. കാരണം എന്താണ്? അപ്പന്റെ ആ സ്ഥാനത്തിന്റെ മഹനീയതയുടെ ഒരു പങ്ക് ഈ കുഞ്ഞിലേക്കും പകരുന്നുണ്ട്. സഭയ്ക്കകത്ത് അങ്ങനെയാണ്. വിശുദ്ധരോട് ചേർന്ന് നിൽക്കുന്നവർ വിശുദ്ധരായിത്തീരും എന്നുള്ളതാണ് അതിന് സത്യം. വിശുദ്ധരോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുന്നതനുസരിച്ച് വിശുദ്ധിയുടെ സംസർഗം നമുക്ക് കിട്ടും, അതിൽ പങ്കാളിത്തം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ വിശുദ്ധരുമായുള്ള ബന്ധം, ഐക്യം, അത് നമ്മൾ കാര്യമായി വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം തിരുസഭ പഠിപ്പിക്കുന്നത്, വിശുദ്ധരുമായുള്ള ഐക്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഇനി ഇതിന് തുടർച്ചയായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിശുദ്ധരുമായുള്ള നമ്മുടെ സംസർഗം നമ്മെ ക്രിസ്തുവിനോട് ചേർക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളുടെ ഒരു സംശയമാണ്, എന്തിനാണ് ഈ വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുക, അവരുടെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നത്? അതിന്റെ ഉത്തരം ഇതാണ്: വിശുദ്ധരോടുള്ള നമ്മുടെ സംസർഗം, അവരോട് നമ്മുടെ അടുപ്പം, ബന്ധം, സ്നേഹം നമ്മെ ക്രിസ്തുവിനോട് ചേർക്കുന്നു. അതെങ്ങനെയാ അങ്ങനെ? കാരണം അവിടുന്ന് നിന്നാണ് സ്രോതസ്സിൽ നിന്നും ശിരസിൽ നിന്നും എന്നതുപോലെ എല്ലാ കൃപാവരങ്ങളും ദൈവജനത്തിന്റെ ജീവൻ തന്നെയും പ്രവഹിക്കുന്നത്. എല്ലാ കൃപാവരങ്ങളും പ്രവഹിക്കുന്നത് ആ ക്രിസ്തുവിൽ നിന്നാണ്. അതുകൊണ്ട് വിശുദ്ധരോട് ചേർന്ന് നിൽക്കുന്നവർ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവരാണ് വിശുദ്ധരെന്നുള്ളത് കൊണ്ട് അവർ ക്രിസ്തുവിനോട് ഐക്യപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രിയുടെ PAയുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് സങ്കല്പിക്കുക. സ്വാഭാവികമായ ആ ബന്ധം അത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഒരു പൊട്ട ഉദാഹരണം പറഞ്ഞതാണ്. വിശുദ്ധരോടുള്ള, കർത്താവിനോട് ഒന്നായി തീർന്നില്ല, അവിടുത്തെ ശരീരത്തിൽ പൂർണ്ണതയുള്ള അവയവമായി തീർന്നിരിക്കുന്ന വിശുദ്ധരോടുള്ള ഐക്യം
നമ്മളെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുമെന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി ഈ ക്രിസ്തുവിനോടുള്ള ഐക്യം, വിശുദ്ധനോടുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം കുറേ കാര്യങ്ങളിലാണ്. ഞാനത് ഇന്ന് നമുക്ക് സമയം അങ്ങ് തീരുന്നതുകൊണ്ട് അത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ സ്റ്റാർട്ടിങ് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് 2 മേഖലകളിലാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന കാര്യം സഭ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കുന്നത്. എന്താണ്? ഒന്ന് സാങ്ക്ത, 2 സാങ്ക്ടി. SANCTA, സാങ്ക്ത. രണ്ടാമത്തത് സാങ്ക്ടി. സാങ്ക്ത ആണ് ഒന്നാമത്തെ ഐക്യത്തിന്റെ മേഖല, സാങ്ക്തിയാണ് രണ്ടാമത്തെ ഐക്യത്തിന്റെ മേഖല. എന്താണ് സത്യത്തിൽ ഇത്? സാങ്ക്ത എന്ന് പറഞ്ഞാൽ വിശുദ്ധ വസ്തുക്കളിലുള്ള ഐക്യം ആണ് ഇത്. എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഞാനോട് റിപ്പീറ്റ് ചെയ്യാം, വ്യക്തമാക്കാം. പുണ്യവാന്മാരുടെ ഐക്യം എന്നുള്ള വാക്ക് ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം 2 കാര്യങ്ങളാണ്. എന്താണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം? ഒന്ന്, പുണ്യവസ്തുക്കളിൽ, വിശുദ്ധ വസ്തുക്കളിലുള്ള ഐക്യമാണ്. രണ്ടാമത്തേതോ വിശുദ്ധ വ്യക്തികളുടെ ഇടയിലുള്ള ഐക്യമാണ്. ഇതിങ്ങനെ കൃത്യമായി പഠിക്കണം. ഒന്ന് വിശുദ്ധ വസ്തുക്കളിലുള്ള ഐക്യമാണ്, രണ്ടാമത്തെ വിശുദ്ധ വ്യക്തികളുടെ ഇടയിലുള്ള ഐക്യമാണ്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല, പുണ്യാമയുടെ ഐക്യം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള കൂട്ടുന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. വിശുദ്ധര് തമ്മിലുള്ള സൗഹൃദം, കൂട്ട്, അവർ തമ്മിലുള്ള ഐക്യം, ബന്ധം എന്നൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു. പക്ഷേ സഭ വിശുദ്ധരുടെ ഐക്യം CCCയുടെ 948 മുതലുള്ള ഭാഗമാണ്. 48 ഞാൻ പ്രത്യേകമായിട്ട് കൂട്ടിയത്. അതിങ്ങനെയാണ്. പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ പുണ്യവസ്തുക്കളിൽ, വിശുദ്ധ വസ്തുക്കളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂദാശകൾ, വിശ്വാസം, ക്യാരിസംസ്. ഞാൻ അടുത്ത ക്ലാസ്സിലാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. വിശുദ്ധ വസ്തുക്കൾ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെല്ലുന്ന കേട്ടില്ലേ, വിശുദ്ധ കുർബാന, വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് ചെല്ലുന്ന കേട്ടിട്ടില്ലേ? അപ്പൊ അതിനകത്ത് നമുക്കൊരു കൂട്ടായ്മയുണ്ട്, കൂദാശകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അങ്ങനെ വിശുദ്ധ വസ്തുക്കൾ, വിശുദ്ധ രഹസ്യങ്ങളിലുള്ള കൂട്ടായ്മയാണ് ഒന്ന്. രണ്ടാമത്തേത് വിശുദ്ധ വ്യക്തികളുടെ ഇടയിലുള്ള കൂട്ടായ്മയാണ്, സഭയിലെ സ്വർഗീയ സമൂഹത്തിന്റെ ഇടയിലുള്ള കൂട്ടായ്മയാണ്. അത് മരിച്ചവരുമായുള്ള ഐക്യം, വിശുദ്ധരോടുള്ള ബന്ധം തുടങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്ക് ഇച്ചിരി സമയമെടുത്ത് പറയേണ്ടതായതുകൊണ്ട് നമ്മുടെ 1 മണിക്കൂർ പൂർത്തിയായിരിക്കുന്നതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് അതിനെ മാറ്റിവെക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇന്ന് പറഞ്ഞ ക്ലാസ് ഒന്ന് സമപ്പ് ചെയ്ത് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അച്ഛന്റെ ക്ലാസ്സുകൾ വളരെ മനോഹരമാണ്. ഞാൻ 2-3 ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ളൂ. ഞാൻ അതിന് ശേഷം അച്ഛന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ബ്ലെസ്ഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു സംശയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മളെ ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ തിരുസഭയ്ക്കെതിരെ അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നവരൊക്കെ ഒരു ആന്റി ക്രൈസ്റ്റിന്റെ ഒരു ഷേപ്പാണ്, ഒരു രൂപമാണെന്ന് പറഞ്ഞ ഒരു ചിന്ത കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു അച്ഛൻ പറഞ്ഞ എനിക്ക് സംശയം ചോദിക്കാനുള്ളത്, റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 10:9 യേശു കർത്താവാണെന്നും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ സെക്ടറുകളോ ഏകദേശം എല്ലാവരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊണ്ടൊക്കെ യേശുവിനെ രക്ഷനായി സ്വീകരിക്കുന്നവരാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ബേസിൽ മാത്രമേ അവര് ഉത്തരങ്ങൾ സമ്മതിക്കുകയുള്ളൂ. CCC പറഞ്ഞ അവരൊരാൾ സമ്മതിക്കാൻ തയ്യാറല്ല. നമ്മുടെ ചില ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് മാതാവിനെ ആരാധിക്കണമെന്നോ മാതാവിനോട് മത്സരിച്ചും പറയണമെന്നോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ല. രണ്ടാമത്തെ, വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നും യേശു പറയുന്നില്ല. യേശു പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ 25:40 നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ നീ നന്മപ്രവൃത്തികൾ ചെയ്യണം, ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന സെക്ടറുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ അവരോട് പറയാൻ പറ്റും നിങ്ങൾ ഒക്കെ ആന്റി ക്രൈസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളൊക്കെ ആന്റി ക്രൈസ്റ്റ് ആണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ചെറിയ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരോട് കൺവിൻസ് ചെയ്യാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. മനസ്സിലായി. ഒന്നാമത് നമ്മൾ അവരോട് നിങ്ങൾ ആന്റി ക്രൈസ്റ്റ് ആണെന്ന് പറയണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ എനിക്ക് ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായി. ഇത് നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിൽ സംസാരിച്ചുള്ള വിഷയമാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധഗ്രന്ഥം രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ സഭയെക്കുറിച്ചൊക്കെ പറയുന്നത്? നമ്മൾ അതിനെ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു ഫീലിംഗ് അല്ല, ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു ഫീലിംഗ് അല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തിയോട് കൂടുന്നതാണ് വിശ്വാസം. വിശ്വസിക്കുക എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ വിശ്വസിക്കുന്നവരോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിച്ചിട്ട് ഇങ്ങ് പോരെ, വിശ്വസിക്കുന്നവരെ ഞാൻ എടുത്തോളാം എന്നല്ലല്ലോ പറയുന്നത്.
നിങ്ങൾ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ കൊടുക്കുക, അവരെ ശിക്ഷപ്പെടുത്തുക, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശിക്ഷപ്പെടുത്തുക, ശിക്ഷ ഗണമുണ്ടാകുക, അതിനൊരു കമ്മ്യൂണിറ്റി ആക്കുക, അവർ കൃത്യമായ നിയമങ്ങൾ പ്രബോധനമൊക്കെ കൊടുത്ത് അവരെ പഠിപ്പിക്കുക, മാമോദീസ കൊടുത്ത് അവരെ കൂട്ടച്ചേർക്കുക. അപ്പൊ നോക്കിക്കേ, സഭ കൂടാതെ ക്രിസ്തു ജീവിതം ഇല്ല എന്നല്ലേ അതിന്റെ കൃത്യമായ അർത്ഥം. ഉള്ളിൽ ഹൃദയത്തിൽ വെറുതെ അങ്ങ് ഈശോ ഈശോ എന്ന് വിചാരിക്കുന്നതല്ല വിശ്വാസം. പകരം അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം മൃതമാണെന്ന് പറയുന്നതിന്റെ ആദ്യത്തെ അർത്ഥം വിശ്വാസത്തിന്റെ ഏറ്റെടുക്കലാണ്. എന്ന് പറഞ്ഞാൽ മാമോസ സ്വീകരിക്കാനുള്ള ധൈര്യമാണ് ആ വിശ്വാസത്തെ അംഗീകരിക്കൽ. വിശ്വാസം ഏറ്റുപറച്ചിൽ. സത്യത്തിൽ മാമോസ തന്നെയാണ്. നീ എന്ത് ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്, പാപത്തെയും പാപമാരെയും നീ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വിശ്വാസം ഏറ്റുപറയലാണ് മാമോസ് എന്ന് പറയുന്നത്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്ന പോലെ ഈശോ ഉണ്ട്, ഈശോയിൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ് എന്ന് കരുതലല്ല. ആ ക്രിസ്തുവിന്റെ സഭയിൽ അംഗമാകൽ, ക്രിസ്തു നൽകുന്ന കൂദാശകൾ സ്വീകരിക്കൽ, ഈശോ സ്ഥാപിച്ച പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കൽ, ഈശോയുടെ പ്രബോധനങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലിക സഭയിൽ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയോട് അടുത്തു നിൽക്കൽ, അതിൽ പങ്കാളിയാകൽ, ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ ഒരു തോന്നലല്ല, പകരം സഭയുടെ ബോധ്യങ്ങളിൽ ഈ മിശിഹ അപ്പസ്തോലന്മാർക്ക് നൽകിയ, അവർ കൈമാറ്റം ചെയ്ത സഭയുടെ ബോധ്യങ്ങളിലുള്ള പങ്കുചേരലാണ് വിശ്വാസം. ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായ ക്ലാസ്സുകൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ എണ്ണി പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം, പിന്നെ രണ്ടാമത് ചോദിച്ചാൽ എന്തായിരുന്നു അതിന്റെ കൂടുതൽ ഞാൻ ചോദിച്ചിട്ട് വലിയതായിട്ട് ബൈബിളിൽ പറയുന്നില്ലോ എന്നാ ചോദിച്ചത് അല്ലെ. ബൈബിൾ പറഞ്ഞില്ല, ബൈബിൾ വേർഡ്സ് ഉപയോഗിച്ചാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. CCC പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. CCC എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. CCC എന്ന് പറഞ്ഞാൽ സഭ ഒരു ദിവസം ഇരുന്നിട്ട് ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കിയതല്ല. പകരം എന്താണ് CCC എന്ന് പറഞ്ഞാൽ? മിശിഹ എന്തു പഠിപ്പിച്ചു, അപ്പസ്തോലന്മാരെന്ത് സ്വീകരിച്ചു, സഭ അതിനെ എങ്ങനെ മനസ്സിലാക്കി എന്നത് സമ്യക്കായി അവതരിപ്പിച്ചിരിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന് ഈ CCCക്ക് 4 സോഴ്സസാണ് ഉള്ളതെന്നൊക്കെ നമ്മുടെ CCCയെ കുറിച്ചുള്ള ചില ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സോഴ്സ് വിശുദ്ധ ഗ്രന്ഥമാണ്. രണ്ടാമത്തെ സോഴ്സ് സഭയുടെ കൗൺസിലുകളുടെ പ്രബോധനമാണ്. മൂന്നാമത്തേത് അപ്പസ്തോലന്മാരുടെ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളാണ്, വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളാണ്. നാലാമത്തത് സഭയിൽ പരിശുദ്ധാത്മാവ് ആരംഭിച്ച ആരാധനാക്രമമാണ്. ഇവയിൽ നിന്നാണ് അവയെ കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ CCCക്കകത്തേക്ക്. സത്യത്തിൽ CCC എന്ന് പറയുന്ന എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല, പകരം അതൊരു കളക്റ്റഡ് വർക്കാണ്. ഇവയൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു കളക്ഷനാണ്. നമുക്ക് ഒരാൾക്ക് സഭയുടെ ഇങ്ങനെ എന്താ പറയാ ഹ്യൂജായ ഈ സ്റ്റഡീസിനകത്തേക്ക് മുഴുവനും ഡോക്ടറിൻസിനകത്തേക്ക് മുഴുവനും പോകാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് അടുക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. അതുകൊണ്ട് ഇത് ഫസ്റ്റ് സോഴ്സ് അല്ല, ഇത് സെക്കൻഡറി സോഴ്സ് ആണ്. ഫസ്റ്റ് സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് CCCയെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. അത് അവരോട് പറയണം, CCC എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറയണം. ഇനി അടുത്ത കാര്യം എന്താണ്? ആ CCCക്കകത്തുള്ളത് എന്താ? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കണ്ടന്റ് ആണ് അതിനകത്തുള്ളത്, അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. നമ്മൾ ഓർക്കണം, വിശുദ്ധ ഗ്രന്ഥം അതിൽ തന്നെ പൂർണ്ണമല്ല. ഞാൻ ബൈബിളിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടനെ ആരംഭിക്കും ദൈവവർബുവിനകത്ത്. അന്നേരം നമ്മൾ ഇതിനെക്കുറിച്ച് പറയും. ബൈബിൾ അതിൽ തന്നെ അതിന്റെ സ്വീകരണത്തിൽ കംപ്ലീറ്റ് അല്ല. കാരണം എന്താണ്? വചനം അത് വ്യാഖ്യാനിക്കപ്പെടുന്നിടത്താണ് അത് പൂർണ്ണമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ പത്രോസ്ലീഹ തന്നെ പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്. ചിലര് നമ്മുടെ കൂടെയുള്ള ചില ദുഷ്ടരായ ആൾക്കാര് മറ്റു വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളെ എന്നതുപോലെ പൗലോസിന്റെ വചനങ്ങളെയും വളച്ചൊടിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അത് ശരിയായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ കാര്യം. ഇനി ബൈബിൾ തന്നെ എന്ന് ആലോചിച്ച് നോക്കി, സുവിശേഷത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് ലേഖനങ്ങൾ. സുവിശേഷത്തിന് പൗലോസ്ലീഹ നൽകുന്ന വ്യാഖ്യാനമാണ് ലേഖനങ്ങൾ. അത് ഇടയലേഖനങ്ങളാണ് സത്യത്തിൽ, അല്ലെ? അപ്പൊ അത് ബൈബിളിന്റെ ഭാഗമാണ്. അപ്പൊ വ്യാഖ്യാനം ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്താണത്? അത് ബൈബിളിന്റെ ഭാഗമല്ലേ? എന്താണത്? ഈശോയുടെ സുവിശേഷം ഈ അപ്പസ്തോലന്മാരും ആദിമസഭയും എങ്ങനെ ജീവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിലാണ് ബൈബിൾ ഉണ്ടായത്. ഇനി ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് അത് ഉത്തരം പറയാമെന്ന് പറയുന്നവരോട് ആദ്യം ചോദിക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ? ബൈബിൾ എപ്പോഴാണ് ഉണ്ടായത് എന്നാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെടുന്നത്, നമ്മളിതൊക്കെ ഇനി ദൈവവും പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ബൈബിൾ രേഖപ്പെടുത്തപ്പെടുന്നത് ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഒത്തിരി വർഷങ്ങൾ, 10-30 വർഷത്തിന് ശേഷം ആരംഭിച്ച് അത് AD 95-100കളിലാണ് യോഹന്നാന്റെ സുവിശേഷമൊക്കെ. അത്രയും കാലം കൊണ്ടാണ് എഴുതുന്നത്. അത് ഈശോയ്ക്ക് ശേഷം 10, 60, 70, 80 ഒക്കെ വർഷത്തിനപ്പുറത്താണ് സുവിശേഷ രചന പോലും പൂർത്തിയാകുന്നത്. അതിനുശേഷമാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് ബൈബിളായി മാറുന്നത്. അപ്പൊ അതുവരെയുള്ളവരൊന്നും ക്രിസ്ത്യാനികളല്ല, അവരൊന്നും രക്ഷ പ്രാപിക്കില്ലേ?
അവരെവിടെ നിന്നാണ് ജീവിച്ചത്? അവരുടെ കയ്യിൽ എവിടെയാണ് വചനം? രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. പക്ഷെ നമുക്കറിയാം ഏറ്റവും ശക്തമായ സഭാസമൂഹം ആദിമസഭയാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ അടിസ്ഥാനം ആദിമസഭയാണ്, അല്ലെ? അപ്പൊ ആ ആദിമസഭയ്ക്ക് എവിടെയായിരുന്നു ബൈബിൾ? ആദിമസഭയുടെ ബൈബിളായിരുന്നു സഭ. സഭാജീവിതമാണ് അവരുടെ ബൈബിൾ. ആ സഭാജീവിതത്തെ പിന്നീട് രേഖപ്പെടുത്തിയതാണ് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ കാര്യങ്ങളും സഭാജീവിതത്തിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ അത് പറഞ്ഞിരുന്നുവെന്ന് അപ്പോൾ അവർ ഓർത്തു എന്ന് പരാമർശിക്കുന്നത്. അവനത് പറഞ്ഞിരുന്നുവെന്ന് അപ്പോൾ അവർ ഓർത്തു. കർത്താവ് തന്നെ പരസ്യജീവിതകാലത്ത് പറഞ്ഞിരുന്നു നോക്കാം. പിന്നീട് സഭ ധ്യാനിച്ചും ഗ്രഹിച്ചും പഠിപ്പിക്കപ്പെട്ടും പരിശുദ്ധാത്മ ശക്തിയാൽ ബോധ്യപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥമായി മാറിയത്. അതുകൊണ്ട് സഭ വേണ്ട ബൈബിൾ എന്ന് പറയുന്നത് ആദ്യമേ ഓടിക്കണം. കാരണം സഭയ്ക്കകത്താണ് ബൈബിൾ ഉണ്ടായത്. സഭയിൽ നിന്ന് എടുത്തു മാറ്റി പിന്നെ ബൈബിൾ ഇങ്ങനെ ബൈബിളാവും. അതൊരു പുസ്തകമാണ്, വേറൊരു പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം മതി, അതുണ്ടായ സഭ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവര് മണ്ടനായ സഹോദര, ചില സൂത്രങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവരോട് ഈ കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ദൈവവർഗുവിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെ മനസ്സിലാക്കണം, എന്താണ് അതിനകത്ത് പഴയ നിയമം എന്ത് പുതിയ നിയമം ഇങ്ങനെ തുടങ്ങുന്ന വലിയൊരു വിഷയം, വളരെ വലിയ വിഷയമാണ്. അത് നമുക്ക് ആരംഭിക്കാനുണ്ട്. ഇതൊന്ന് തീർന്നാലാണ് നമുക്കത് ആരംഭിക്കാൻ പറ്റുക. ആ സമയം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയാമെന്ന് വിചാരിക്കാം. സ്ഥിരീകരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഒരു സംശയം ഇതാണ് അച്ഛാ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഉയിർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തിന്റെ ഉയിർപ്പ് എന്ന് ആണ് നമ്മള് വിശ്വാസ പ്രമാണത്തിലും ബൈബിളിലും എല്ലാം പറയുന്നത് അങ്ങനെയാണ്, ഉയിർപ്പ് എന്നാണ്. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പ് എന്നാണ് നമ്മൾ പൊതുവെ ഉയർപ്പ് എന്നാണ് പറയുന്നത്. ഇതിന് രണ്ടും രണ്ടല്ലേ ശരി? ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറയുമ്പം ഒരു റിസറക്ഷൻ ഓഫ് നമ്മൾ ഇവിടെ തന്നെ ഉള്ള ജീവിത ഉയർപ്പും ഉയർപ്പും രണ്ടും ഉണ്ട്. രണ്ട് വാക്കുകൾ അല്ലേ? എന്റെ ഒരു വിചാരം അനുസരിച്ച് രണ്ടും ഒന്ന് തന്നെയാണ്. ഉയർപ്പ് എന്ന് പറയുന്ന രണ്ടും ഒരേ അർത്ഥമുള്ള വാക്കുകൾ. ഭാഷയുടെ രണ്ട്, നമ്മൾ ചിലതിനെയൊക്കെ ഇപ്പം ഇങ്ങനെ ചിലതൊക്കെ ആണെങ്കിൽ ചില വാക്കുകൾ നമ്മൾ പറയുമ്പം അങ്ങനെ ഇപ്പൊ രവിയെന്നും പറയാറുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ളൊരു ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉയർപ്പ് തന്നെയാണ്, ഒരൊറ്റ റിസറക്ഷന്റെ കാര്യമേ ഉള്ളൂ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഉയർപ്പിക്കലും ഉയർക്കലുമുണ്ട്. അത് രണ്ടും രണ്ടാണ്. അത് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. കർത്താവ് മറ്റുള്ളവരെ ഉയർപ്പിക്കുന്നത് അവരെ ഉയർപ്പിക്കപ്പെട്ടു എന്നാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. അങ്ങനെയല്ലാതെ മറ്റൊരു വ്യത്യാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, ഞാന് ഒരു അച്ഛനെ തനത് വിധിയും പൊതുവിധിയെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ പൊതുവിധി തന്നെയല്ലേ അന്ത്യവിധി എന്ന് പറയുന്നത്? ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് തിങ് നമ്മൾ പറയുന്നുണ്ട് ഈ വിധി എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ വിശ്വാസ ജീവിതവും ഈശോയെ കുറിച്ചുള്ള അറിവിൽ നിന്നൊക്കെയാണ് അവന്റെ ജീവിതത്തിലെ അവന്റെ വിധി കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ അറിയാത്ത മക്കള്, വിജാതീയരായിട്ടുള്ളവരോ ഈശോ അറിയാത്ത മക്കൾക്ക് അവരുടെ വിധി എങ്ങനെയായിരിക്കും കണക്കാക്കുക? നമ്മൾ യേശുവിനെ അറിഞ്ഞു, അതുകൊണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു, അതുകൊണ്ട് നമുക്കൊരു വിധി ലഭിക്കുന്നു. പക്ഷെ മറ്റുള്ളവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല, അവർക്ക് അപ്പൊ അവരുടെ വിധി എങ്ങനെയായിരിക്കും? മൂന്നാമതായിട്ടുള്ളത്, യേശുവിനെ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും മധുരം കൊണ്ടൊക്കെ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് മാമോദിസ സ്വീകരിച്ചിട്ടില്ല, പല പല കാരണങ്ങളാലും. ഉദാഹരണം, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒക്കെ ഒരു ജീവിതം കൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ അവര് മാമോദിസ സ്വീകരിച്ചിട്ടില്ല, പക്ഷെ അവരോട് അവര് അങ്ങനെ, പക്ഷെ ക്രിസ്തുവിലാണ് അവർ ജീവിക്കുന്നത്. മാമോദിസ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രം കുച്ചിത കുർബാനയ്ക്ക് വരുന്ന എല്ലാം ചെയ്യണ്ടേ. ഒക്കെ അങ്ങനെയുള്ളവരുടെ വിധി എങ്ങനെയായിരിക്കും? ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറയാം. ഈ അവിശ്വാസികളായ ആളുകളുടെ, ഈശോയെ അറിയാത്തവരുടെ വിധിയെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാം. അതായത് ഈശോയെ അറിയാത്തവർ അവർ നരകത്തിൽ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം സഭ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ എക്സാക്ട് വേർഡിങ്സ് ഞാൻ പറയാം. അതിങ്ങനെയാണ്: ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും സഭയാണ് ഏകരക്ഷാ മാർഗമെന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും ആ സഭയെ സ്വീകരിക്കാൻ, ഈശോയെ സ്വീകരിക്കാൻ സന്നദ്ധരാകാതിരിക്കുന്ന, അതിനെ ആശ്ലേഷിക്കാൻ സന്നദ്ധരാകാതിരിക്കുന്നവർ രക്ഷ പ്രാപിക്കുകയില്ല എന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സഭ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കണം, ഈശോയാണ് ഏകരക്ഷകനെന്നും സഭയാണ് ഏകരക്ഷാ മാർഗം, അഥവാ സഭയിലൂടെ രക്ഷയുള്ളൂ എന്നും, മാമോദിസ സ്വീകരിച്ച് സഭയിലൂടെ രക്ഷയുള്ളൂ എന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും. ഈ രണ്ട് വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. അറിയണം. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഒരു
ആമസോൺ വനത്തിനകത്ത് ഒരു കുഞ്ഞു ഗോത്രത്തിനകത്ത് ഈശോയെ കുറിച്ച് കേട്ടിട്ടില്ല എന്നങ്ങ് സങ്കല്പിക്കുക. അപ്പൊ അവർക്ക് ശിക്ഷാവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലാത്തപ്പോൾ അവർക്ക് കുറ്റമില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും അതിന് കുറ്റം ഉണ്ടാവുക? അറിഞ്ഞിട്ടുള്ള നമുക്കായിരിക്കും, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ മിഷൻ പ്രവർത്തനം നടത്തേണ്ടത്. അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിയായികയുടെ കാരണം അറിഞ്ഞവരാണ്. അറിഞ്ഞവർ പങ്കുവെക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ സുവിശേഷം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ബാക്കിയുള്ളവർക്കൂടെ കൊടുത്താലേ അത് നമുക്കും കൂടെ അത് രക്ഷയ്ക്ക് കാരണമാവുകയുള്ളൂ. അപ്പോൾ അറിയുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. 2, അറിഞ്ഞിട്ട് ബോധ്യപ്പെടലാണ്. ചില ആളുകൾക്ക് ചില ബോധ്യപ്പെടില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലോ ചില ബോധ്യപ്പെടില്ല. അങ്ങനെ ബോധ്യപ്പെടാത്തതിന് പല കാരണം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ബോധ്യം ജനിപ്പിക്കുന്ന വിധത്തിൽ പറയാൻ അറിയാഞ്ഞിട്ടായിരിക്കും. 2, നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം അതിന് കൂടെ ചേർന്ന് പോകാഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഏത് കാരണത്താൽ അവർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും അവർക്ക് കുറ്റമില്ല. കാരണം ബോധ്യപ്പെടുത്തേണ്ടവർ നമ്മളായിരിക്കും. നമ്മൾ ബോധ്യപ്പെടുത്തില്ല. 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. യഹൂദരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് മത്തായി യഹൂദർക്ക് മനസ്സിലാകുന്ന പോലെ സുവിശേഷം എഴുതി. ഗ്രീക്ക് ജനത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലോഗോസ്, വചനം എന്നൊക്കെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് അത്ര ഫിലോസഫിക്കലായിട്ട് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അപ്പം ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അന്ന് മുതൽ സഭ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നടത്താൻ ബാധ്യസ്ഥരാണ്. ഇനി അപ്പം മറുവശത്ത് ഈ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യാത്തവരെല്ലാം രക്ഷപ്പെടുമോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യാത്തവർ രക്ഷ പ്രാപിക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ അവർക്കുണ്ടാവണം. ഏതൊക്കെയാണ്? 2-3 കാര്യങ്ങൾ. 1, അവരുടെ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടാവണം. അവരുടെ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടാവണം. 2, അവർക്ക് നാളിതുവരെ കിട്ടിയിട്ടുള്ള ധാർമ്മിക ബോധ്യങ്ങൾ, ശരി തെറ്റ് എന്നൊക്കെ അവരെന്താണോ കേട്ടേക്കുന്നത്, അവരെന്താണോ അറിഞ്ഞേക്കുന്നത്, അവരുടെ വിശ്വാസത്തിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ പാലിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. 3, അവർ സത്യദൈവത്തെ നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ മതി, ഞാനിതിങ്ങനെ ചോദിക്കുക, അല്ലാണ്ട് എനിക്കിതിനപ്പുറത്ത് അന്വേഷിക്കേണ്ട എന്നല്ല. നിരന്തരം ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായിരിക്കും. ഇങ്ങനെയുള്ളവർ ഈശോയെ അറിഞ്ഞില്ലെങ്കിലും ബോധ്യപ്പെട്ടില്ലെങ്കിലത്തെ അവസ്ഥയിലാണെങ്കിലും അവരും രക്ഷ പ്രാപിക്കാം എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്. ഇനി 3-ാമത്തെ ചോദ്യം, മാമോസ സ്വീകരിക്കാതെ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾ, അതിനെക്കുറിച്ച് സഭ കൃത്യമായി പഠിപ്പിക്കുന്നു. ഈശോ കൃത്യമായി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഈശോ പഠിപ്പിക്കുകയാണ്, വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവർ രക്ഷ പ്രാപിക്കുകയില്ല എന്നാണല്ലോ തിരുസഭയുടെ പ്രബോധനം. വിശ്വസിച്ച് മാമോസ സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പോൾ വിശ്വസിച്ച് മാമോസ സ്വീകരിക്കുക എന്നുള്ളത് രക്ഷയുടെ അടിസ്ഥാനമാണ്. അതെന്താണ് അങ്ങനെ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? മാമോസ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് സ്വീകരിക്കലല്ലോ അത്. പകരം മാമോസ എന്താണ്? ഈശോയുടെ ശരീരത്തോട് ഒട്ടിച്ചേർക്കലാണ്. അതൊരു ബഡ്ഡിങ് ആണ്. മിശിഹായുടെ ശരീരത്തോട് ഒട്ടിച്ചേർക്കുക, ഒരു ചെടിയൊക്കെ ബഡ് ചെയ്യുന്ന പോലെ ആ ശരീരത്തോട് ഒട്ടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും? പിന്നെ ആ ശരീരത്തിന്റെ ഭാഗമാണിത്. അപ്പൊ ഈ തായ്തണ്ട് നിലനിൽക്കുവോളം ഈ ശാഖ നിലനിൽക്കും. തായ്തണ്ടിലുള്ളതൊക്കെ ശാഖയ്ക്കുണ്ടാവും. തായ്തണ്ടിന്റെ ജീവൻ ശാഖയ്ക്കുണ്ടാവും. തായ്തണ്ടിലുള്ള പോഷണമൊക്കെ ശാഖയ്ക്കുണ്ടാകും. അതാണ് മാമോസിൽ സംഭവിക്കുന്നത്. അപ്പൊ മാമോസ സ്വീകരിക്കുന്നതോടൊരു വ്യക്തി ക്രിസ്തുവിനിൽ ജീവിക്കാൻ തുടങ്ങുവാണ്. ഈശോ നിത്യനിൽ ജീവിക്കുന്നതുകൊണ്ട് ഈശോ നിത്യജീവനിലായതുകൊണ്ട് നമ്മളും നിത്യം ജീവിക്കും. അപ്പോൾ മാമോസ സ്വീകരിക്കാൻ ഒരാളോട് പറയണം. കാരണം മാമോദിസയിലൂടെയാണ് ഒരാൾ ക്രിസ്തുവിൽ ജീവിക്കുന്നത്. മറ്റേത് ആ ആൾ ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആഗ്രഹിക്കൽ മാത്രമല്ല, ഈശോയെ സ്വീകരിക്കണം. അപ്പോഴാണ് ചിലപ്പോഴൊക്കെ ഈ സോഷ്യൽ ചലഞ്ചസ് നമുക്കുണ്ടാവുന്നത്. വീട്ടുകാരനെ പറയും, നാട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ ഈശോ അങ്ങനെ ഉള്ളിലുണ്ടായപ്പോരാ. ഈശോയെ നമുക്ക് സ്വീകരിക്കാൻ, ഉള്ളിൽ യഥാർത്ഥമായി സ്വീകരിക്കാൻ ദൈവം തന്നെ നമുക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അവിടുന്ന് തൻ്റെ ജീവൻ കുരിശിൽ ബലി കഴിച്ച് തന്നെ ഒരു പെസഹ കുഞ്ഞാടായി ബലിയർപ്പിച്ച് തൻ്റെ ശരീരവും രക്തവും നമുക്ക് തരുന്നത് വിശുദ്ധ കുർബാന. അതുവഴിയാണ് അവിടുത്തെ ശരീരത്തോട് നമ്മൾ ഐക്യപ്പെടുന്നത്. ആ ഐക്യപ്പെടാൻ സന്നദ്ധരാകാത്ത ഒരാൾ മാറി നിന്നുകൊണ്ട് എനിക്ക് ഈശോയുടെ സ്നേഹമാന്ന് പറയുന്നത് അത് അപൂർണമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഈശോയെ ശരിക്കറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ ഈശോയോട് കൂടെ ചേരാനായിട്ട് ആഗ്രഹിക്കും എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതിനുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ അവര് ത്യാഗപൂർവ്വം സഹനം ചെയ്യണമെന്നുള്ളതാണ്. രക്തസാക്ഷിത്വം വരിച്ചു വരെ മിശിഹായുടെ കൂടെ ജീവിച്ച ആളുകളുടെ സഭയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാട്ടുകാരുടെ ഒരു ശകലം മുറുമുറുപ്പോ വീട്ടുകാരുടെ അല്പം ഇഷ്ടക്കേടിനോ ഈശോയ്ക്കേക്കാൾ വലുതായി കരുതുന്നുവെങ്കിൽ അതൊരു കുഴപ്പമാണ്. കർത്താവ് പറയുകയാണ്, എന്നേക്കാൾ വലുതായി സ്വന്തം ജീവനെ പോലും കരുതുന്നവൻ എനിക്ക് യോജിച്ചവനല്ല എന്നാണ് ഈശോയുടെ പ്രബോധനം. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. കർത്താവ് വളരെ കൃത്യമായാണ് മാമോദിസയെ കുറിച്ച് പഠിപ്പിക്കുന്നത്, മാമോദിസയിലേക്ക് നയിക്കുന്നത്. ഈശോയുടെ ഉത്ഥാനാനന്തര പ്രബോധനമെല്ലാം
മാമോദിസ കേന്ദ്രീകൃതമാണ്. നമ്മുടെ മാമോദിസയെ കുറിച്ചുള്ള ക്ലാസ് ഒരു എപ്പിസോഡുണ്ട്, 11ാം എപ്പിസോഡായിരിക്കും, 10-11 അതൊന്ന് കേൾക്കുകയും അതിനെക്കുറിച്ച് അതൊന്ന് അവർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ പ്രയോജനപ്പെടുമായിരിക്കും. അച്ഛൻ സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ക്ലാസ്സുകൾ ഒത്തിരി നന്നാണ്. നമുക്ക് സഭയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഒത്തിരി ഞങ്ങൾക്ക് മനസ്സിൽ ഡൗട്ട് ഉള്ള കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ്. അച്ഛന്റെ ക്ലാസ്സുകൾ ഒത്തിരി ഞങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, ആക്ച്വലി നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണെങ്കിലും അവിടെയുള്ള ഓരോ പരിപാടികളൊക്കെ നമുക്ക് കാണുമ്പം ശരിക്കും അത് നമ്മുടെ വിശ്വാസത്തിന് ചേരുന്നതാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ മനസ്സിന് ഇങ്ങനെ വിഷമം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അച്ഛന്റെ 47ാമത്തെ ഒരു ക്ലാസ്. അത് നമ്മുടെ സ്ഥാപനങ്ങള് സഭയെ എങ്ങനെ പ്രഘോഷിക്കണം എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, 47ാമത്തെ ക്ലാസ്. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഷോർട്ട് ഒരു 9-10 മിനിറ്റേ ഉള്ളൂ. ഞാനത് ആക്ച്വലി നമ്മളുടെ മക്കള് പഠിക്കുന്ന സ്കൂളില് അവരുടെ സ്കൂൾ എന്ന് പറഞ്ഞാല് അവർക്ക് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതാണ്. ICSE, CBSE, കേരള സിലബസ്, കോളേജ് ഒക്കെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം പബ്ലിക്കായിട്ട്. അപ്പം ഞാൻ അവിടെ ഉള്ള ഒരു അച്ഛനത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ആക്ച്വലി ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു രാത്രിയിലാണ് ഞാൻ വാട്സപ്പിൽ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. അച്ഛനത് രാവിലെ അത് 6:30 ആയപ്പോ തിരിച്ചെന്നെ വിളിച്ചെന്നുള്ള അച്ഛനത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. അതുപോലെ അച്ഛൻ പറഞ്ഞത് ശരിക്കും സഭയില് സ്ഥാപനങ്ങൾ നടത്തുന്നവര് ഒത്തിരിപേരും അറിയേണ്ട ഒരു കാര്യമാ. അത് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം അത് അച്ഛൻ പറഞ്ഞു ഞാനത് എന്റെ അച്ഛൻ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വളരെ സന്തോഷത്തോടെ എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങള് അത് ഉപയോഗപ്രദമാകും എന്ന് തോന്നുന്നവർക്ക് ഒത്തിരി പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ നമ്മൾ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി പേർക്ക് അത് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറയുമ്പം ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇത് കേൾക്കുന്നവർക്കാണെങ്കിലും ഒത്തിരി പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ഈ അയക്കുന്ന കാര്യങ്ങളില് ഇത് സ്പാർക്കായിട്ട് നമ്മളിൽ അത് കടക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ചിന്തിക്കും എന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുക. ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് കേട്ട അച്ഛൻ എന്നോട് തിരിച്ചു പറഞ്ഞതാ. അപ്പൊ നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഓർക്കും പ്രയോജനപ്പെടുവോ ഇല്ലയോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അത് കേൾക്കുന്നവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഒത്തിരി ഫലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. പിന്നെ ഇതിനു മുമ്പ് ചോദിച്ച സഹോദരിയുടെ ചോദ്യത്തോട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. അതായത് ഒരുപാട് പേര് ഈശോയെ അറിയുവാനും ഒക്കെ അവരോട് ഈശോ രക്ഷകനും നാഥനുമായിട്ടൊക്കെ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. കുറെ പേര് മാമോദിസ സ്വീകരിച്ചവർക്ക് നല്ല പഠനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ കുറെ പേർക്ക് അവരുടെ കുടുംബവും സമുദായവും ഒക്കെ അംഗീകരിക്കുന്ന ഒരവസരത്തിലേക്ക് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ചിലര് പറയും ഞങ്ങൾ മരിക്കാൻ നേരം ആവുമ്പോ മാമോദിസ തരണമേന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയില് ഇപ്പൊ നമ്മൾ ആ സ്ഥലത്ത് നിന്നും സിസ്റ്റേഴ്സ് അല്ലേ ട്രാൻസ്ഫർ ആയി പോകുമ്പോ അവരെ ആ രീതിയിൽ പിന്നെ അതായത് ഓഫ്ലൈനിലൊന്നും അവരെ പഠിപ്പിക്കാൻ പറ്റിയല്ല, ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അപ്പോ അവർക്കങ്ങനെ ആഗ്രഹത്താലേ ഉള്ള മാമോദിസ എന്നൊന്നുണ്ടല്ലോ, അത് സ്വീകരിച്ചവരായിട്ട് അംഗീകരിക്കാമോ അവരെയൊക്കെ? അവർക്ക് അത്ര അങ്ങോട്ട് ധൈര്യമില്ല. സമൂഹത്തില് വലിയ വലിയ ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള പറഞ്ഞു കഴിഞ്ഞോ? ആഗ്രഹത്താലുള്ള മാമോദിസ വാലിഡ് ആകുന്നത് മാമോദിസ സ്വീകരിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അത് സ്വീകരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസത്തിനൊക്കെ മുൻപ് അതോ അതിന്റെ ഒരുക്കം പൂർത്തിയാകുന്നതിന് മുൻപ് പെട്ടെന്ന് മരിച്ചു പോകാൻ ഇടവന്നാൽ മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് മാമോദിസ സ്വീകരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അപ്പൊ പിന്നെ എന്നെ മാമോദിസ കഴിഞ്ഞു വരുന്നില്ല. അതുകൊണ്ട് മാമോദിസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നയാളത് സ്വീകരിക്കുക തന്നെ ചെയ്യണം. അതിന് വില കൊടുക്കാൻ അവരെ പ്രചോദിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം. കാരണം അവർക്ക് ഈശോയുടെ ശരീരത്തിന്റെ അവയവമായി എന്നേക്കാൾ വലുതാണ് ആളുടെ ജോലിയെങ്കിൽ ഈശോ പറയുന്നത് ആൾ എനിക്ക് ചേർന്നയാളല്ല എന്നാണ്. സ്വന്തം ജീവനെ പോലും അതിനേക്കാൾ വലുതായി കരുതുന്നെങ്കിൽ
എന്ന് പറഞ്ഞാൽ ഞാൻ മാമോദിസ ചോദിച്ചാൽ എന്നെ ഒരാൾ കൊല്ലും, അങ്ങനെയാണെങ്കിൽ നീ അയാൾക്ക് ചേർന്ന ആളായിട്ട് അവിടെ ജീവിച്ചു, എൻ്റെ കൂടെ വരണ്ട എന്നുള്ളതാണ് കർത്താവിന്റെ നിലപാട്. കർത്താവ് ഇക്കാര്യത്തിൽ ഭയങ്കര ശക്തമാണ്, കൃത്യമാണ്. ഒന്നുകിൽ അങ്ങോട്ട് ഇല്ല ഇങ്ങോട്ട്, നിങ്ങൾക്ക് രണ്ടിനെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കർത്താവിന്റെ നിലപാട്. പറ്റുന്നവര് ആ ലെവലിലൊക്കെ സ്നേഹിച്ചു, അല്ലാത്തവർ അടുത്ത് വന്നു എന്ന ഒന്നുമില്ല. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ചോദിക്കുന്നത്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കുന്ന സമയത്തെ കർത്താവ് എന്നെ കട്ടാട്ടായിട്ടായിട്ട് ചോദിക്കണമെന്ന് അറിയോ? നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു, പോണെ പോകും, ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല. നിൽക്കാൻ പറ്റുന്നവര് എൻ്റെ കൂടെ നിൽക്കട്ടെ എന്നാണ് യേശു എല്ലാവരോടും സംസാരിക്കുന്നത്. അങ്ങനെയാണ്. അത് വിശ്വാസം എന്ന് പറഞ്ഞ കാര്യം ദൈവത്തോടുള്ള ഇടപെടലാണ്. അതിനകത്ത് പിന്നെ നീക്കുപോക്കും അഡ്ജസ്റ്റ്മെന്റും ഇച്ചിരിയൊക്കെ ശകലമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുക, അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ദാറ്റ്സ് എ ഫണ്ടമെന്റൽ ഓപ്ഷൻ. അത് എടുക്കാൻ കഴിയണം എന്നുള്ളതാണ്, അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലേക്ക് തന്നെ നമ്മൾ നയിക്കണം. അതങ്ങനെ പച്ചയായിട്ട് തന്നെ പറയണം. പലപ്പോഴും ആളുകൾ അതിനകത്ത് വെള്ളം ചേർത്തും ആളുകളെ സന്തോഷിപ്പിച്ചും രസിപ്പിച്ചും ഒക്കെ ഈ പാവം മനുഷ്യരെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. ഞങ്ങൾ ഈശോയെ തരാം, നിനക്ക് ഈശോയുടെ കൂടെ ആകാന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും എന്നിട്ട് ഈശോ തന്നെ കൊടുക്കുന്ന വിശുദ്ധ കുർബാനിലെ ആൾക്ക് പങ്കാളിത്തം കിട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ ആളെ നിലനിർത്തുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് സുവിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത്? എന്ത് ഈശോയെക്കുറിച്ച് പറയുന്നത്? ഈശോ തരുന്ന ഏറ്റവും വലിയ ദാനം ഈശോ, കർത്താവ് പറഞ്ഞില്ലേ, ഇതിങ്ങനെയാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇത് നടക്കുന്ന വിശുദ്ധ കുർബാനിലെ മാമോദിസയിലുമാണ്. മുന്തിരിവള്ളിയും ശാഖകളുമാണെന്ന് പറയുന്ന മാമോദിസയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ആ ഭാഗത്താണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും വസിക്കുവാൻ. അങ്ങനെ ഒരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് കൂടാതെ എങ്ങനെയാണ് ഈശോയിൽ ആകുക? മാമോദിസ കൂടാതെ ഒരിക്കലും ഒരാൾക്ക് ഈശോയിലാകാൻ പറ്റില്ല. മറ്റത് ഈശോയെക്കുറിച്ച് കുറെ വിചാരിക്കാമെന്ന് മാത്രം. അത് ഒരിക്കലും രക്ഷയിലേക്ക് നയിക്കുന്ന കാര്യമല്ല, രക്ഷയിലേക്ക് നയിക്കുന്നതല്ല. അതിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ ആകാം, പക്ഷെ കണ്ടെത്തുന്നയാൾ അതിനെ സർവവും വിറ്റ് അത് മേടിക്കണം എന്നല്ല ഈശോ പഠിപ്പിച്ചത്. നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ കാണുന്നയാൾ സകലതും വിറ്റത് മേടിക്കണം എന്നല്ലേ. നിന്റെ പറമ്പ് അവിടെ ഇരിക്കട്ടെ, മറ്റേതാവട്ടല്ലോ, നിനക്കറിയാലോ എന്നും പറഞ്ഞ അതിന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണമെന്നല്ല. അത് സ്വന്തമാക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. സ്വന്തമാക്കാൻ തന്നെ നമ്മൾ പഠിപ്പിക്കും. ഈശംശയായിരിക്കട്ടെ അച്ഛാ. ഞാൻ ഡൽഹിയിൽ നിന്നാണ്. എന്റെ പേര് വിജി. ഞാൻ കാറ്റഗിസം ക്ലാസിന്റെ പേരിലാണ് ഈ സൂം എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഡൽഹി വന്ന് കാറ്റഗിസം ടീച്ചേഴ്സിന് ക്ലാസ് എടുത്ത് അറ്റൻഡ് ചെയ്തായിരുന്നു. അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അച്ഛനെ കാണാൻ പറ്റിയത്. ഇപ്പൊ എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, ഞാൻ ഇപ്പോഴും ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഡിസ്റ്റർബൻസ് വരുന്ന ഒരു ബൈബിൾ ഭാഗത്തെ കുറിച്ചാണ്. സെയിന്റ് ജോണിന്റെ 16 ചാപ്റ്റർ 14 വേഴ്സ്. അവൻ സ്വമേധ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. പിന്നെ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുന്നത് എന്തുകൊണ്ടാ? ഈ ഒരു സ്റ്റെപ്പ് ഡൗൺ ആണോ പരിശുദ്ധാത്മാവ്? അതൊരു നല്ല ചോദ്യം. ഞാൻ ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈശോ പറയുകയാണ്, ഈശോ തന്റെ ആധികാരികതയെക്കുറിച്ച് ഓർത്തോട്ടാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. ഈശോയുടെ ആധികാരികത എന്താണ്? ഈശോ ദൈവമാണ് എന്നുള്ളതിന്റെ ആധികാരികത എന്താണ്? ഈശോയുടെ വാക്കുകളെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ, അവൻ ആധികാരികമായി പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. എന്താണ് ഈശോയുടെ ആധികാരികത? ആ ആധികാരികതയെക്കുറിച്ച് ഈശോ പറഞ്ഞതാണ്, പിതാവ് പഠിപ്പിക്കുന്നതാണ് ഞാൻ പഠിപ്പിക്കുന്നത്, പിതാവ് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവിന്റെ ആധികാരികത എന്താണ്? ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ പരിശുദ്ധാത്മാവ് തുടർന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചാലോചിച്ച് എന്താണ് അതിന്റെ അർത്ഥം? ഇവര് 3 പേരും ഒരേ കാര്യം പഠിപ്പിക്കുന്ന ദൈവിക വ്യക്തികളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് ഒരു കാര്യം പറഞ്ഞു, വ്യത്യസ്തമായി വേറൊരു കാര്യം പുത്രൻ പറയുന്നു എന്നല്ല. ഇവർക്ക് 3 പേർക്കും ഒരു ഭാഷയേ ഉള്ളൂ, ഒരു ദൈവിക രഹസ്യമേ ഉള്ളൂ, ഒരു കാര്യമേ പങ്കുവയ്ക്കാനുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. സത്യത്തിൽ അവര് ഒരാൾക്ക് താഴെ മറ്റൊരാളെന്നുള്ളതല്ല, ഒരാളുടെ തന്നെ തുടർച്ചയാണ്. ഇവര് 3 പേരും ഒന്നാണ്, ഒരേ വിഷയം പഠിപ്പിക്കുന്ന, ഒരേപോലെ ആയിരിക്കുന്ന, സത്തയിൽ ഏകമായിരിക്കുന്ന, വില്ലുകൾ ഇച്ഛാശക്തികൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ത്രിത്വൈക ദൈവമാണ് അതെന്നുള്ള ട്രിനിറ്റിയുടെ യൂണിറ്റിയെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ പ്രബോധനത്തിന്റെ മേഖലയാണത്. ഞാൻ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ക്ലാസ്, അതിന്റെ എപ്പിസോഡ് നമ്പർ എനിക്ക് അറിയുമ്പോൾ അതൊന്ന് കേൾക്കാൻ പറ്റുവാണെങ്കിൽ അതിനകത്ത് ഇവരുടെ ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒബീഡിയൻസിനെ കുറിച്ച് പറയുന്ന ക്ലാസ്സും കേൾക്കുന്നതാണ്. ഒബീഡിയൻസ് സത്യത്തിൽ ദൈവത്തിന്റെ ഐക്യം 2 മേഖലകളിലാണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്നേഹത്തിലും, 2 അനുസരണത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിലും അനുസരണത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അനുസരണത്തിന്റെ അടയാളമായിട്ട് നീ തോട്ടത്തിനടുത്ത മരം എന്ന് പറയുന്ന അനുസരണം അവർക്ക് നൽകിയത്. അപ്പൊ നോക്കുക, ഈ അനുസരണം തന്നിലുണ്ടെന്ന് എങ്ങനെയാണ് ദൈവത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുക? അത് കാണിച്ചു കൊടുക്കാൻ, അതൊരു അനുസരണം എന്ന് പറയുന്ന ദൈവീക രഹസ്യം അവരിൽ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ
ദൈവം തന്നെ ഉപയോഗിക്കുന്ന ചില മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ചില അവതരണങ്ങളാണ്. പിതാവ് പുത്രനെ അയക്കുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു, പരിശുദ്ധാത്മാവ് പുത്രൻ പഠിപ്പിച്ച് തന്നെ അനുസരിച്ച് ചെയ്യുന്നു, പുത്രനാകട്ടെ പിതാവ് എന്താഗ്രഹിക്കുന്നു അത് തന്നെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ യൂണിറ്റിയെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ഒരാൾക്ക് താഴെ ആയതുകൊണ്ടല്ല, ഒരാൾക്ക് മുകളിലായതുകൊണ്ടുമല്ല, പകരം അവരത്രമേൽ ഒന്നാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രിനിറ്റിയെ കുറിച്ചുള്ള ക്ലാസ്സും ഈ പറഞ്ഞ അനുസരണത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെയുണ്ട്. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ പോലെ അച്ഛൻ ഇപ്പൊ വിധി, തനത് വിധി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ ഒരു പൊതുവിധിയിൽ വരുന്നത്, തനത് വിധിയിൽ വരുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതായത് ഇപ്പൊ തനത് വിധിയിൽ ഒരാൾ മരിക്കുമ്പോൾ എന്ത് നടക്കുന്നു അത് തന്നെയാണ് പൊതുവിധിയിലും വരുന്നത്. അപ്പൊ അതിനകത്തുള്ളൊരു ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇതായിരിക്കുമല്ലോ അച്ഛാ. അതായത് തനത് വിധിയിൽ നമ്മൾ അന്തിമ വിധി വരെ ആ ബോഡി ഉയർക്കുന്നില്ല, ബോഡി ആ സെയിം പൊസിഷനിൽ ഇരിക്കുന്നു. അപ്പൊ ഈ ഞാൻ പറഞ്ഞത് തനത് വിധിയിൽ വരുന്ന സെയിം തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൊതുവിധിയിൽ വരുന്നത് എങ്കിലും പൊതുവിധിയിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം, അതായത് മഹത്വീകൃത ബോഡിയിലോട്ട് ആത്മാവ് ചേർന്നതിന് ശേഷമാണല്ലോ ആ പൊതുവിധി നടക്കുകയായിരിക്കുക. എന്നുവെച്ചാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതെ, പൊതുവിധി നടക്കുന്നത് ഈ യൂണിഫിക്കേഷനോട് കൂടിയാണ്. ആ ഒരു വ്യത്യാസം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. വിധിയിൽ പറയുന്നത് എന്തോ ആ വിധി തന്നെയാണ് അപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പൊതുവിൽ എല്ലാവർക്കും സംലഭ്യമാകും. ഇനി അവർക്ക് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇതാണ്, അവര് ആത്മാവ് വിധി സ്വീകരിക്കുന്നു ആദ്യത്തെ വിധിയിൽ. രണ്ടാമത്തെ വിധിയിൽ ആത്മാവും മഹത്വീകൃത ശരീരം കൊണ്ട് ഒന്നായി തീരുകയും ആ വിധി പബ്ലിക്കാവുകയും എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തെ ഒരു ചോദ്യം അതിനകത്ത് തന്നെ, ഞാനിപ്പോ അത് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതല്ല, പൊതുവെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു സംശയം വരുന്നതാണ്. നമുക്ക് മലയാളത്തില് ഈ ആത്മാവ് എന്നൊരൊറ്റ വാക്യമുള്ളൂ, മറിച്ച് ഇംഗ്ലീഷിലാവുമ്പോൾ സോളും സ്പിരിറ്റും ഉണ്ട്. അപ്പൊ ഈ രണ്ട് വാക്കുകൾ വരുമ്പോ ഇംഗ്ലീഷിനകത്ത് വായിക്കുമ്പോൾ നമുക്കത് ഒരുവിധം നമുക്കത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ പൊതുവെ എല്ലായിടത്തും ആത്മാവ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനെ അതുപോലെ അതിന്റെ വ്യാപ്തിയിൽ, അതിന്റെ ഡെപ്തിൽ നമുക്ക് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ് ആത്മാവ് ഏതാണ് സ്പിരിറ്റ് അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നില്ല അച്ഛാ. അതിന് ഉദാഹരണത്തിന് പറയുന്നത് ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നു. മറിച്ച് അതിനെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സ്പിരിറ്റ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അത് ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ പ്രശ്നമാണ്. അത് കുറച്ചുകൂടെ അരൂപിയാണ് എന്നാണ് ആയിരിക്കണം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ദൈവാരൂപി എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന, ഞാനിപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കാറ്, പക്ഷെ സഭ അങ്ങനെ ഉപയോഗിക്കാറ്. പക്ഷെ എന്നാലും മലയാളത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ളതല്ല ശരിയായ പേര്. ഏറ്റവും ഉചിതമായ പേര് പരിശുദ്ധ റൂഹ എന്ന് വിളിക്കുന്നതാണ്. റൂഹ എന്നാണ്. ഇനി അല്ലെങ്കിൽ ദൈവാരൂപി എന്ന് പറയും. ദൈവാരൂപി എന്ന് പറഞ്ഞാൽ നമ്മൾ വളർക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നാണ്. പക്ഷെ സത്യത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ളതല്ല കുറച്ചുകൂടെ ഉചിതമായ പ്രയോഗം എന്നുള്ളതാണ് അതിന്റെ സത്യം. പറയാനും കേൾക്കാനും കൂടുതൽ നല്ലത്, രസം തോന്നുന്നതൊക്കെ, ഒരു അനുഭവം ഉണ്ടാകുന്നതൊക്കെ ചിലപ്പം എനിക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയാം. പക്ഷെ അർത്ഥത്തിൽ കൃത്യമായി ഏറ്റവും നന്നായി പറയേണ്ടത് പരിശുദ്ധ റൂഹ എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറയാവുന്ന എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലും പൊതുവിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും പരിശുദ്ധ അരൂപി എന്നാണ്. അരൂപിയാണ് ദൈവാരൂപി, പരിശുദ്ധാരൂപി എന്നൊക്കെ. അതും കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയേണ്ടു എന്നുള്ളതാണ് എൻ്റെ ഇതൊരു നിയമമൊന്നുമല്ല, കൂടുതൽ ഉചിതമായ പദത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങാണല്ലോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. എല്ലാ മഹത്വവും അങ്ങയുടേതാണ്. എല്ലാ ദൈവിക രഹസ്യങ്ങളും അങ്ങ് കനിവാർന്ന് ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങളോടുള്ള കാരുണ്യമാണ് അങ്ങയുടെ പ്രബോധനങ്ങൾ. അങ്ങയുടെ രഹസ്യങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്താൻ തിരുമനസ്സായി. അങ്ങേക്കറിയാവുന്ന സ്വർഗത്തെക്കുറിച്ചും അങ്ങയെക്കുറിച്ചുമൊക്കെയുള്ള അങ്ങയുടെ രഹസ്യങ്ങൾ ഞങ്ങൾക്കും തുറന്നു തരാൻ മാത്രം വിലയുള്ളവരായി അങ്ങ് ഞങ്ങളെ കരുതുന്നു. കർത്താവെ, സൃഷ്ടികളായ ഞങ്ങൾക്ക് അങ്ങ് തരുന്ന ബഹുമാനവും സ്നേഹവും സ്ഥാനവും എത്രമാത്രം വലുതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി സൃഷ്ടികളായ ഞങ്ങളെ അങ്ങയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി അങ്ങ് മാറ്റുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ മാതാവെ, അമ്മ ദൈവിക രഹസ്യങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ചതുപോലെ, സ്വീകരിച്ച് ഗാഠമായ അവയെക്കുറിച്ച് ധ്യാനിച്ചതുപോലെ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കാൻ അങ്ങ് ഞങ്ങളെയും സഹായിക്കണമേ. കർത്താവായ നമ്മെ എല്ലാവരെയും ഈ കൂട്ടായ്മയും ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.